നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹസിസ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് ഹോട്ട് ടോപ്പിക്സിൻ്റെ തുടർച്ചയായിട്ടുള്ള 4ാമത്തെ ക്ലാസ്സാണ്. ഈ 4ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവശത അനുഭവിക്കുന്നവരും അലംബഹീനരും പിന്നോക്കം നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതെന്തെല്ലാം നിയമങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലേ? അതിലാദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തേതിൻ്റെ പേര് ഇതാണ്. എന്താണ്? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയും അല്ലേ? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നതാണ് ഒന്നാമത്തേത് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയും. രണ്ടാമത്തേത് എന്തെന്നറിയാവോ? രണ്ടാമത്തേതിന് നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതായിരിക്കാം? ആട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST എന്ന് പറയും. ഇനി മൂന്നാമത്തേത് മറ്റൊന്നുമല്ല. മൂന്നാമത്തെ നിയമം എന്ന് പറയാൻ നേരത്ത് എന്തായിരിക്കാം? സീനിയർ സിറ്റിസൺസ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ്, അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ദ വൾണറബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നതും അവശത അനുഭവിക്കുന്നവരും ആലംബഹീനരുമായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രകാരം നമ്മൾ നോക്കുന്നത് എന്തായിരിക്കാം? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയും അല്ലേ? സിവിൽ റൈറ്റ്സ് പൗരാവകാശ സംരക്ഷണം എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കുന്നത്. പൗരാവകാശ സംരക്ഷണ നിയമമാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ 3 നിയമങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ നിയമമായിട്ടുള്ള സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടിലേക്ക് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് തൽക്കാലത്തേക്കൊന്നും വായിച്ചു കളയാം. അപ്പോൾ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടാണ് നമ്മൾ നോക്കുന്നത്. ഓർക്കേണ്ടുന്ന കാര്യം എന്തെന്നറിയാവോ? ഈ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങൾ അല്ലെ? എന്താണ് ആർട്ടിക്കിൾ 17 നമ്മൾ അറിയണം അല്ലെ? ആർട്ടിക്കിൾ 17 നമുക്ക് അറിയാൻ പറ്റണം. എന്താണ്? അയിത്തത്തിന് എതിരായിട്ടുള്ളതാണ്. അതായത് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് പാടില്ല അല്ലെ? റൈറ്റ് എഗൻസ്റ്റ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അയിത്തത്തിന് എതിരായിട്ടുള്ള ഒരു അവകാശമാണ് നമ്മൾ ഈ പറയുന്ന ഏതവകാശം? ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ആർട്ടിക്കിൾ 17 ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജാതീയമായിട്ടോ മതപരമായിട്ടോ സാമൂഹ്യമായിട്ടോ സാമ്പത്തികമായിട്ടോ ഒക്കെ അയിത്തം കാണിക്കുന്ന കുറേയധികം സംവിധാനങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാസ്സാക്കപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഈ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 17 എന്ന് വെച്ചാൽ അയിത്തത്തിനെതിരായിട്ടുള്ളതാണല്ലോ. എന്നാലും ഈ അയിത്തം എന്ന് പറയുന്നത് ഇവിടെ അനുവർത്തിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ചെറുക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നു. ഭരണഘടന എഴുതിയ ഡോക്ടർ BR അംബേദ്കർക്ക് പോലും ഈ പറയുന്ന അയിത്തം എന്നുള്ള അനാചാരം നേരിടേണ്ടി വന്നു. അതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അദ്ദേഹവും 3 ലക്ഷത്തോളം വരുന്ന അനുയായികളും ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥയല്ല കാര്യമൊക്കെ നമുക്കറിയുന്നതല്ലേ അല്ലേ? അറിയാമല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചത് ഒരു നിയമം കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ കൊണ്ടുവന്ന നിയമമാണ് 1955 വന്ന നിയമം. 1955 വന്ന ഈ നിയമത്തിൻ്റെ പേരായിരുന്നു അൺടച്ചബിലിറ്റി അല്ലേ? അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്ന് പറയുന്ന നിയമമാണ്. അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് എന്നാണ് ഇതറിയപ്പെട്ടിരുന്നത്. പക്ഷേ അൺടച്ചബിൾ എന്നൊരു നിർവചനം നമ്മുടെ ഭരണഘടനയിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് അല്ലെങ്കിൽ അയിത്തോച്ചാടന നിയമം എന്ന് പറയുന്ന ഈ നിയമം അങ്ങനെ പ്രത്യേകമായിട്ട് എന്താണ് എടുത്ത് പറഞ്ഞിട്ടില്ല. എന്താണ് അയിത്തം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പ്രകാരം അയിത്തം അനുവർത്തിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അൺടച്ചബിൾ എന്നുള്ള പദം പോരായ്മയാണെന്ന് കാലാന്തരത്തിൽ ബോധ്യപ്പെട്ടതിനെ തുടർന്ന്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നൊരു ചോദ്യം ഉണ്ടാവും അല്ല? 1955 അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് വരുന്ന സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. രാഷ്ട്രപതി ആരാണെന്നറിയാവോ? 1955 പ്രഥമ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആ സമയത്ത് നമ്മുടെ പ്രഥമ രാഷ്ട്രപതിയായിട്ട് ഉള്ള വ്യക്തി. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടിയാണ് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് കൊണ്ടുവരുന്നത്. എന്നാൽ കാലാന്തരത്തിലെ അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിന് മാറ്റം സംഭവിച്ചു. അതിൻ്റെ പേരിനൊരു മാറ്റം സംഭവിച്ചു. പേരിന് വന്ന മാറ്റം എന്തെന്നറിയാവോ? ആ മാറ്റമായിരുന്നു സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം അല്ലേ? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ഓർക്കുന്നുണ്ടോ? അത് 1976 എന്നായിരുന്നു?
സെപ്റ്റംബർ 2-ാം തീയതി കേട്ടോ, സെപ്റ്റംബർ 2-ാം തീയതിയായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 2-ാം തീയതി 1976 സെപ്റ്റംബർ മാസം 2-ാം തീയതി നിലവിൽ വന്ന നിയമമാണ് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന പൗരാവകാശ സംരക്ഷണ നിയമം. അതായത് ഒരു പൗരൻ, അവൻ ഇന്ത്യൻ സിറ്റിസൺ ആണ്, അവൻ്റെ ജാതിയോ മതമോ വർഗ്ഗമോ ഗോത്രമോ കുലമോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ മാറ്റി നിർത്തുന്ന പരിപാടി ശരിയല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്ന നിയമമാണ് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ നിലവിൽ വന്ന ഈ നിയമം. അപ്പോൾ ഇങ്ങനെ വന്ന ഈ നിയമം, ഏത് നിയമം? സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഈ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 17 ബേസ് ചെയ്തല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് 17 വകുപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. 17ഓളം വകുപ്പുകളാണ് ഈ ഒരു ആക്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ തന്നെ പല വകുപ്പുകളും പറയുന്നത് അയിത്തം പ്രാവർത്തികമാക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അപ്പം വിവിധ തരത്തിലുള്ള ശിക്ഷകളുണ്ട്, അല്ലേ? അപ്പം അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ശിക്ഷകൾ എന്ന് പറയുന്നിടത്ത് ഓൾമോസ്റ്റ് ശിക്ഷകൾക്കെല്ലാം നമ്മൾ നോക്കിയാൽ ഒരു, അല്ലേ, ഈ അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന ശിക്ഷകളെന്ന് വെച്ചാൽ 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയും, അതേപോലെ തന്നെ 1 മാസം മുതൽ 6 മാസം വരെ തടവുമാണ് നമ്മുടെ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൊടുക്കുന്ന ശിക്ഷകളെന്ന് പറയുന്നത്. അപ്പോൾ അപ്രകാരം ഈ 100 രൂപ 500 രൂപ പിഴ കിട്ടുന്ന കുറച്ച് ശിക്ഷകളുണ്ട്. അതിൽ ഒന്നാമത്തെ ശിക്ഷ എന്ന് വെച്ചാൽ നമ്മൾ മതപരമായിട്ട്, അല്ലേ, മതപരമായിട്ട് അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതല്ലേ ആദ്യത്തെ ശിക്ഷ എന്ന് പറയുമ്പോൾ. മതപരമായിട്ട് നമ്മളൊരാൾ അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മതപരമായിട്ട് നിന്ന മതത്തിൽപ്പെട്ടവനാണ്, ഞാൻ ഉയർന്ന മതത്തിൽപ്പെട്ടവനാണ്, അങ്ങനെ മതത്തിൻ്റെ പേരിൽ അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തുണ്ട്? അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് എന്ന പഴയ നിയമം അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം, അല്ല, സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പറയുന്നു. അതാണ് എത്രയാണ്? സെക്ഷൻ 3 ആണ് കേട്ടോ. സെക്ഷൻ 3 പ്രകാരമാണ് പറയും. അപ്പം മതപരമായ അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 3 പ്രകാരം ശിക്ഷയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ശിക്ഷ കൊടുക്കുന്നത് ഏതാണ്? എന്ത് കാണിച്ചാലാണ്? അല്ലേ, സെക്ഷൻ 4 ആണ്. അതെന്ത് പ്രകാരമാണ്? സാമൂഹികപരമായിട്ടുള്ള തൊട്ടുകൂടെ. അപ്പം മതപരമായിട്ട്, അടുത്തത് സാമൂഹികപരമായിട്ട്. അതായത് ഇപ്പം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കാൻ നേരത്ത് സമൂഹത്തിൽ ഉയർന്നവനും താഴ്ന്നവനും ഉണ്ടാവും, ജാതീയപരമായിട്ടൊക്കെ. അപ്പം അങ്ങനെ നോക്കാൻ നേരത്ത് സമൂഹത്തിൽ താഴെക്കിടയിലുള്ള ആൾക്കാരോട് നമ്മൾ അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ അതും ശിക്ഷാർഹമാണ്. അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 1976 പ്രകാരം അതിൻ്റെ സെക്ഷൻ 4 പ്രകാരം 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയും 1 മാസം മുതൽ 6 മാസം വരെ തടവും കിട്ടും. നമ്മൾ എങ്ങനത്തെ അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ? സാമൂഹികപരമായിട്ടുള്ള അയിത്തം കാണിച്ചു കഴിഞ്ഞാൽ, അല്ലേ? ഇനി അടുത്ത ശിക്ഷ കിട്ടുന്നത് ഏതാണ്? ആരോഗ്യപരമായ കാര്യങ്ങളിൽ എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ? ആശുപത്രികളോ അതുപോലെ എന്തെങ്കിലും വൈദ്യ ചികിത്സാ സഹായം ലഭിക്കേണ്ടുന്ന സ്ഥാപനങ്ങളിലോ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളിൽ നിന്ന് മുദ്ര കുത്തിക്കൊണ്ട് കുറേയധികം ആളുകൾക്ക് നമ്മൾ ഈ ചികിത്സയും മറ്റ് സൗകര്യങ്ങൾക്ക് നിഷേധിച്ചു എന്ന് കണക്കാക്കുക. അപ്പോൾ ചികിത്സാ സൗകര്യം നിഷേധിച്ചത് ഈ പറയുന്ന സാമൂഹിക പിന്നോക്കാവസ്ഥയുടെയോ ജാതീയപരമായ പിന്നോക്കാവസ്ഥയുടെയോ പേരിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും 1 മാസം മുതൽ 6 മാസം വരെ തടവും 100 രൂപ മുതൽ 500 രൂപ വരെ പിഴയും കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, അല്ലേ? അത് ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 5 പ്രകാരമുള്ള ശിക്ഷയാണ് അത് കൊടുക്കുന്നത്, അല്ലേ? ഇനിയുണ്ട്. ഇനി കൊടുക്കുന്നത് ഏതുപരമായിട്ടുള്ളതെന്ന് അറിയാമല്ലോ. 4-മത്തത് ഏതായിരുന്നു? അല്ലേ, അതായത് വ്യാപാര വാണിജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ആൾക്കാർ കച്ചവടത്തിനാ നേരത്ത് നിങ്ങൾ താഴ്ന്ന ഓർക്കുക, നമ്മുടെ അയ്യങ്കാളി നെടുമങ്ങാട് ചന്തയിൽ ലഹളയുണ്ടാക്കിയത് ഇതേ കാര്യത്തിന്. കാര്യം കച്ചവടം ചെയ്യാനായിട്ട് സാധനങ്ങളുമായി എത്തുന്ന ആൾക്കാർക്ക് വ്യാപാര വാണിജ്യ അവകാശം കൊടുക്കുന്നില്ല, വില കൊടുക്കുന്നില്ല, അവർ ഉപദ്രവിക്കുന്നു. ഈ വക കാര്യങ്ങളൊന്നും ഇപ്പോൾ അയ്യങ്കാളി അതിന് എതിർത്തു. അതാണ് നെടുമങ്ങാട് ചന്ത ലഹള. അപ്പം നെടുമങ്ങാട് ചന്ത ലഹള എന്ന് പറയുന്നത് ഏതാണ്? വ്യാപാര വാണിജ്യ അവകാശത്തിന് വേണ്ടിയല്ലേ? അപ്പം നമ്മുടെ വാണിജ്യപരവും വ്യാപാരപരവുമായ അയിത്തം കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്നതാണ് ഈ പറയുന്ന 100 രൂപ മുതൽ 500 രൂപ വരെയുള്ള പിഴയും അതേപോലെ 1 മാസം മുതൽ 6 മാസം വരെയുള്ള തടവും അവിടെ കിട്ടുന്നതാണ്. ഇത് ഏത് സെക്ഷനാണ്? ഓർമ്മയുണ്ടോ? സെക്ഷൻ 6 ആണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഇനിയുള്ളത് ഏതാണ് സെക്ഷൻ? അടുത്ത സെക്ഷൻ എന്തിനെ പറ്റിയാണ് അത് പറയുന്നത്? അതാണ് തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്കറിയാം, അല്ലേ? അയിത്തം, അതായത് അയിത്ത ജാതി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിലല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ അയിത്തം കൽപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയിത്തം കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ വക കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 7 എന്ന് പറയുന്നത്. അതാണ്, അല്ല, തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അയിത്തവും മറ്റും ആചരിച്ചു കഴിഞ്ഞാൽ അതാണ് സെക്ഷൻ A എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റു വകുപ്പുകൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു?
ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം നമ്മുടെ തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ തൊട്ടുകൂടായ്മ ഏതാണ്? ആർട്ടിക്കിൾ 17 നമ്മളതിൽ പറയുന്നത് അല്ലേ? തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് എന്താണ്? അയിത്തം ആർട്ടിക്കിൾ 17 അല്ലേ? ഈ ആർട്ടിക്കിൾ 17 ബന്ധപ്പെട്ടുകൊണ്ട് അയിത്തത്തിനെതിരായിട്ട് ഇപ്പോൾ എനിക്ക് അവകാശമുണ്ട്. ഞാൻ തൊട്ടുകൂടാത്തവനാണ്, എനിക്ക് തൊട്ടുകൂടായ്മ പ്രകാരമുള്ള അവകാശം കിട്ടിക്കഴിയുമ്പോൾ എന്നെ ആരെങ്കിലും ഇത്തരത്തിൽ തൊട്ടുകൂടായ്മ കാണിച്ച് അധിക്ഷേപിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പരാതിപ്പെടുന്നു. അങ്ങനെ പരാതിപ്പെട്ടു ഞാൻ ആർക്കെങ്കിലും ശിക്ഷയും വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ അങ്ങനെ ശിക്ഷ അനുഭവിക്കുന്ന ആൾക്കാരോ അവരുടെ ഗോത്രമോ എന്നെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഈ പറയുന്ന സെക്ഷൻ 7 പ്രകാരം പറയുന്ന ശിക്ഷ. അത് എത്ര വർഷം വരെ തടവ് ഇവിടെയുണ്ട്? 2 വർഷത്തിൽ കുറയാത്ത തടവാണ്. അതായത് എൻ്റെ അയിത്തത്തിനെതിരെ അവകാശം ഞാൻ വിനിയോഗിക്കുമ്പോൾ എനിക്കെതിരായിട്ട് വീണ്ടും അതിക്രമങ്ങളോ എൻ്റെ സ്വത്തിനോ ജീവനോ അപകടമോ ഉപദ്രവമോ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന കാര്യമാണ് 2 വർഷത്തിൽ കുറയാത്ത ഒരു ശിക്ഷ എന്ന് പറയുന്ന ഒരു തടവ് ശിക്ഷ എന്ന് പറയുന്നത്. ഇതാണ് ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അല്ലേ? ഇനി അടുത്തത് ഏതാണ്? അതാണ് അടുത്ത സെക്ഷൻ 7A എന്ന് പറയുന്നത് കേട്ടോ. സെക്ഷൻ 7A എന്ന് പറയുന്ന അതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? സെക്ഷൻ 7A അല്ലേ? 7A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിർബന്ധപൂർവം ഒരു തൊഴിൽ ചെയ്യിപ്പിക്കുക. അതായത് ഇപ്പോൾ പാരമ്പര്യമായിട്ട് കുലത്തൊഴിലൊക്കെ കാണുന്ന ആൾക്കാർ കാണും അല്ലെ? മരം വെട്ടുന്ന കുലത്തൊഴിൽ കാണും, അല്ലെങ്കിൽ അതായിരിക്കാം ഓടകൾ വൃത്തിയാക്കുന്നത്, ചെരുപ്പ് തുന്നുന്നത് പോലുള്ള തൊഴിലൊക്കെ ചെയ്യുന്ന സമുദായങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും നിൻ്റെ സമുദായത്തിൻ്റെ തൊഴിൽ ഇതാണ്, നീ ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് അവരെ കൊണ്ട് നിർബന്ധപൂർവ്വം ഒരു തൊഴിലൊക്കെ എടുപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ശിക്ഷ മാറും അല്ലേ? ശിക്ഷ മാറുന്ന എത്രയാണ്? എത്ര മാസം മുതലാണ് തടവ് വരുന്നത്? 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവിനകത്തുള്ള തടവ് കിട്ടും. അതായത് നിർബന്ധപൂർവ്വം ഒരാളെ കൊണ്ട് അവൻ്റെ കുലത്തൊഴിൽ അതാണെന്ന് പറഞ്ഞുകൊണ്ട് അയിത്തം കാണിച്ചവനെ കൊണ്ട് കുലത്തൊഴിൽ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷയാണത്. ഏത്? 3 മുതൽ 6 മാസം വരെയുള്ള തടവ്. ഇവർക്കുള്ള പിഴ ശിക്ഷ എത്രയാണ്? 100 മുതൽ 500 രൂപ വരെയാണ് ഇവർക്കുള്ള പിഴ എന്ന് പറയുന്നത്. പിഴയിൽ മാറ്റമില്ല, പക്ഷേ ശിക്ഷ എന്ന് പറയുന്ന കാലയളവിൽ മാറ്റമുണ്ട്. ഇനി ഈ അയിത്തം അതുപോലെ തന്നെ ഈ തൊട്ടുകൂടായ്മ ഇതൊക്കെയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ എടാ നീ അങ്ങനെ ചെയ്യിപ്പിക്കടാ, എടാ നീ ഇങ്ങനെ ചെയ്യിപ്പിക്കടാ എന്ന് പറഞ്ഞ് പ്രേരണ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ബുദ്ധി ഉപദേശിച്ച് കൊടുത്ത് പ്രേരണ ചെയ്യിപ്പിക്കുന്ന ആൾക്കാരെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്തുണ്ട്? ഈ പറയുന്ന നിയമപ്രകാരം ശിക്ഷ കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് ചെയ്യുന്നയാളിനും കിട്ടും, പ്രേരണ കൊടുക്കുന്നയാളിനും കിട്ടും. പക്ഷേ ഇതൊന്നും കൊണ്ട് ഇവർ പഠിക്കുന്നില്ല. ഇവർ വീണ്ടും അതേ കുറ്റം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്? അതിനവർക്ക് ശിക്ഷയുണ്ട് അല്ലേ? അപ്പോൾ ഈ അയിത്തം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തവണ ശിക്ഷ അനുഭവിച്ച ഒരാളുണ്ടാവും അല്ലേ? അയാൾ വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് കൊടുക്കും? ശിക്ഷ കൊടുക്കും. എത്രയാണത് അറിയാവോ? സെക്ഷൻ 11 ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നതാണത്. ആവർത്തിച്ച് കുറ്റം ചെയ്യുക എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? സെക്ഷൻ 11 പറയുന്നത്. സെക്ഷൻ 11 ആവർത്തിച്ച് കുറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് എങ്ങനെയാണ് പിഴ? 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഒരു കാലയളവാണ് തടവ് ശിക്ഷ എന്ന് പറയുന്നത്. പിഴയോ? 200 മുതൽ 500 രൂപ വരെ ഇവർക്ക് പിഴയും കിട്ടും. എങ്ങനെയുള്ള ആളുകൾക്കാണ്? ആവർത്തിച്ച് കുറ്റം ചെയ്യും. അപ്പോൾ ഒരു തവണ കുറ്റം ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 100 രൂപ 500 രൂപ ക്രമത്തിൽ ശിക്ഷയൊക്കെ അടച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അല്ല. അവർ പിന്നെയും ഇതേ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ഈ പറയുന്ന 6 മാസം മുതൽ 1 വർഷം വരെയുള്ളത്. ഒരു തവണ ശിക്ഷ അനുഭവിച്ചു വന്നിട്ട് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കുന്നതാണ് 6 മാസം മുതൽ 1 വർഷം വരെയുള്ളൊരു തടവ്, 200 മുതൽ 500 വരെയുള്ള പിഴ എന്ന് പറയുന്ന ഈ ശിക്ഷ. ഇനി അവരിത് 3ാമതും ആവർത്തിച്ചു കഴിഞ്ഞാലോ? അപ്പോൾ ഇതിൻ്റെ ഗ്രേഡ് ഇച്ചിരി കൂടും. അപ്പോൾ എന്താണ് ശിക്ഷ? വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 2 വർഷം വരെ എന്ത് കൊടുക്കും? തടവ് കൊടുക്കും. പിഴ എന്ന് പറയുന്നത് 500 മുതൽ 1000 രൂപ വരെ പിഴയും കൊടുക്കും. അപ്പോൾ 1ാം തവണ ചെയ്ത് കഴിഞ്ഞാൽ 100 to 500 ആണ്. 1 മുതൽ 6 മാസം വരെ തടവുള്ളൂ. 2ാം തവണ ചെയ്ത് കഴിഞ്ഞാലോ 6 മാസം മുതൽ 1 വർഷം വരെ തടവും കൊടുക്കും അല്ലേ? 100 മുതൽ 500 രൂപയ്ക്കും പിഴയുള്ളത്. 100 അല്ല, 200 മുതൽ 500 രൂപയാണ് പിഴ അവിടെ അല്ലേ? ഇവിടെ 200 മുതൽ 500 രൂപ പിഴയും കൊടുക്കും. പിന്നെ 3ാമതും ആവർത്തിച്ചു കഴിഞ്ഞാൽ 1 വർഷം മുതൽ 2 വർഷം വരെയുള്ള തടവുമുണ്ട്, 500 മുതൽ 1000 രൂപയുള്ള പിഴയുമുണ്ട്. അപ്പോൾ ഇതാണ് ഏത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. പിന്നെ ഏതാണ്? ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ആ പ്രധാനപ്പെട്ട കമ്മിറ്റി എന്ന് പറയാൻ നേരത്ത് ഇളയ പെരുമാൾ കമ്മിറ്റിയാണ്. എന്ന് പറയാൻ നേരത്ത് ലക്ഷ്മണ എന്ന പേരാ പറയുന്നത് കേട്ടോ. ലക്ഷ്മണ ഇളയ പെരുമാൾ കമ്മിറ്റി. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ്. ഒരു തമിഴ്നാട്ടുകാരനാണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ ആ അൺടച്ചബിലിറ്റി ഓഫൻസസ് ആക്ട് 1955 നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ജനവിഭാഗങ്ങളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്നത് വൾണറബിൾസ് എന്ന് പേരിട്ട വിശേഷിപ്പിക്കുന്നത്. ഈ വൾണറബിൾസിന് സിവിൽ റൈറ്റ്സ് ഉണ്ടെന്നും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയെ നമുക്കറിയാം 1965 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടിരുന്ന വ്യക്തി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്, അല്ലെ LBS ആണ്, ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയും അന്നത്തെ നമ്മുടെ രാഷ്ട്രപതിയെ നമുക്കറിയാം. അന്നത്തെ രാഷ്ട്രപതിയുടെ പേര് ഓർമ്മയുണ്ടോ? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്, അല്ലെ എസ് രാധാകൃഷ്ണനാണ്, ഡോക്ടർ SR രാധാകൃഷ്ണനാണ് അന്നത്തെ രാഷ്ട്രപതി. ഇവർ രണ്ടുപേരും കൂടി നിയമിച്ച ഒരു കമ്മിറ്റിയുണ്ട്, അതാണ് ഡോക്ടർ എൽ ഇളയ പെരുമാൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഡോക്ടർ എൽ ഇളയ പെരുമാൾ കമ്മിറ്റി എന്ന് പറയുന്നത് ഇതാണ്. 1965 ഈ കമ്മിറ്റി നിയമിക്കപ്പെടുന്നത്. ഇവർ പഠനം നടത്തിയിട്ട് എന്ത് ചെയ്തു? റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടത് 1969 1969 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയാണ്, അല്ലെ. ആ ഇന്ദിരാഗാന്ധി 1969 റിപ്പോർട്ട് കൈപ്പറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്ന കാലയളവിൽ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ ഒരു നിയമം ഇവിടെ കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മൾ ഏത് നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടുന്ന കാര്യങ്ങൾ. സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ വൾണറബിൾസ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടുന്ന അടുത്ത നിയമം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ നിയമം ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? യെസ് അട്രോസിറ്റീസ്, അതിക്രമമാണ്. ആർക്കെതിരായിട്ടുള്ള അതിക്രമം? SC/STക്കെതിരായിട്ടുള്ള അതിക്രമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അല്ലെ, അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST ആണ്, അല്ലെ. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST എന്ന് വെച്ചാൽ പട്ടികവർഗ വിഭാഗമുണ്ട്. ഇവരാണ് ആരെന്ന് പറയുന്നത് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്, അല്ലെ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്മൾ നമ്പറിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ആദ്യം SC/STക്ക് അട്രോസിറ്റീസ് എന്ന് പറയുമ്പോഴേ ഈ SC/STക്കെതിരായിട്ട് അട്രോസിറ്റീസ് എന്ന് പറയുന്നത് അവർക്കെതിരായിട്ട് നമ്പറിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന കുറച്ച് അതിക്രമങ്ങളൊക്കെ ഉണ്ട്, അല്ലേ. ആ നമ്പറിട്ട് പഠിക്കേണ്ടുന്ന കുറേയധികം അതിക്രമങ്ങൾ അപ്പോൾ നമുക്ക് പഠിക്കാം. അതിനു മുമ്പായിട്ട് ഈ SC/ST കമ്മീഷൻ അല്ലെങ്കിൽ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST കമ്മീഷൻ എന്ന് വന്നു എന്നാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെ. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STs എന്ന് പറഞ്ഞൊരു ആക്ട് ഏത് കാലഘട്ടത്തിലാണ് നിലവിൽ വന്നത്? ഓർമ്മയുണ്ടോ? ഇത് 1990 ജനുവരി 30 നിലവിൽ വന്നതാണ്. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST എന്ന് പറയുന്നത് നിലവിൽ വന്നത് 1990 ജനുവരി മാസം 30. ഇത് നിലവിൽ വരുമ്പോൾ രാഷ്ട്രപതി എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ അല്ലേ ആർ വെങ്കിട്ടരാമനാണ് നിലവിൽ വരുമ്പോഴുള്ള രാഷ്ട്രപതി. പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? അല്ല, VP സിംഗ് ആണ്. 1990 പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത് VP സിംഗ് ആണ്. പക്ഷേ VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നിലവിൽ വന്ന ഈ അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STs എന്ന് പറഞ്ഞ നിയമം യഥാർത്ഥത്തിൽ തയ്യാറാക്കപ്പെട്ടത് 1989 അല്ലേ. 1989 ആര് പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ നിയമം ഇവിടെ തയ്യാറാക്കപ്പെട്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു നിയമം ഇവിടെ തയ്യാറാക്കപ്പെട്ടത് 1989 രാജീവ് ഗാന്ധി ആരായിരിക്കുമ്പോഴാണ്? രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ഒരു നിയമം ഇവിടെ പാസ്സാക്കപ്പെട്ടത്, അല്ലേ. ഈ നിയമപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഇതിനെ കുറിച്ച് അല്ലേ അല്ലേ നമ്മൾ പറയില്ലേ ഷെഡ്യൂളുകളാ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന നിയമത്തിന് ഉണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലേ. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്ന് വെച്ചാൽ ഏതായിരുന്നു? ഈ പറയുന്ന നമ്മുടെ ഈ SC/STക്ക് എതിരായിട്ടുള്ള അട്രോസിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിൽ ഒരു നിയമമുണ്ട്, അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST എന്ന് പറഞ്ഞ നിയമമുണ്ട്. അപ്പോൾ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നത് വകുപ്പുകളുമുണ്ട്, അതിന് എത്രയുണ്ട്? അധ്യായങ്ങളുമുണ്ട്, അല്ല. എത്ര അധ്യായങ്ങളിലാണത്? അധ്യായം 6 എണ്ണമാണ് ഉള്ളത്, അല്ലേ. അപ്പോൾ അധ്യായം എന്ന് പറയുന്നത് 6 എണ്ണമാണുള്ളത്. അതേപോലെ ഇതിന് വകുപ്പുകൾ എത്രയാണുള്ളത്? വകുപ്പുകൾ എന്ന് പറയുന്നത് 23 വകുപ്പുകളുമാണുള്ളത്. അപ്പോൾ 1989 രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ തയ്യാറാക്കപ്പെട്ട നിയമം അത് നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി VP സിംഗ് ആണ്. നിലവിൽ വന്നത് 1990 എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, അല്ലേ. ഇനി നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, ഇത് തയ്യാറാക്കുമ്പോഴും നിലവിൽ വരുമ്പോഴും നമ്മുടെ രാഷ്ട്രപതി ആരാണ്? അതിന് മാറ്റം ഇല്ലായിരുന്നു. R വെങ്കിട്ടരാമൻ തന്നെയാണ് രാഷ്ട്രപതിയായിട്ട് ഇവിടെ ഉള്ള എന്ന് നമുക്കറിയാം, അല്ലേ. ഇനി ഇത് നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഏതായിരുന്നു?
ആ ഭേദഗതി, ഇതിന് 2 തവണ ഭേദഗതി വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അട്രോസിറ്റീസ് എഗെയിൻസ്റ്റ് SC/ST നിയമമുണ്ടല്ലോ, ഈ നിയമം 2 വട്ടം ഭേദഗതികൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള നിയമമാണ് അല്ലേ? ഏതൊക്കെ വർഷങ്ങളിലാണ് ഓർമ്മയുണ്ടോ? 2015-ലും 2018-ലുമായിട്ട് ഭേദഗതി ഇതിനെ വിധേയമാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭേദഗതി പ്രകാരം ഒരു പുതിയ അധ്യായം ഈ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അതേതായിരുന്നു ഓർമ്മയുണ്ടോ? 4A എന്ന് പറയുന്ന ഒരു നിയമം, അല്ലെങ്കിൽ പുതിയ 4A എന്ന് പറയുന്ന ഒരു വകുപ്പാണ് ഈ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിച്ചേർത്തത് അല്ലേ? അപ്പോൾ ഈ 4A എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? അതായത് ഇരകൾക്കും സാക്ഷികൾക്കും എന്തുണ്ട്? അവകാശമുണ്ട്. അപ്പോൾ ഇരകളുടെയും സാക്ഷികളുടെയും അവകാശം, അല്ലെ ഇരകൾ സാക്ഷികൾ, അപ്പോൾ ഇരകളും സാക്ഷികളുമായിട്ടുള്ള ആൾക്കാരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്ന സെക്ഷൻ 4A എന്ന് പറയുന്നതിൽ പ്രതിപാദിക്കുന്നത്. ഇരകളുടെയും സാക്ഷികളുടെയും അവകാശത്തെക്കുറിച്ചാണ്. കിട്ടുന്നുണ്ടല്ലോ, ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇത് പ്രകാരം ഒരു പരാതിയോ മറ്റോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, അത് എത്ര ദിവസത്തിനകമാണ് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത്, ആരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലുകൾ എന്നാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇതൊരു കാര്യങ്ങൾ പോകുന്നത്? അതായത് ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കണം അല്ലേ? പരാതി വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കേണ്ടത് ആരാണ്? DYSPയുടെ റാങ്ക്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചുമ്മാ പരാതി കൊടുത്തുകൊണ്ട് വരാം. അത് ആരന്വേഷിക്കണം? DYSPയുടെ റാങ്കിൽ കുറയാത്ത ഒരാൾക്ക് ചാർജുണ്ട്. DYSPയുടെ റാങ്കിൽ കുറയാത്ത ഒരാളാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത്. ഇനി ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരാണ്? SP ആണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. SP റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അത് DGPക്കാണ് SP റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ DYSP റാങ്കിൽ കുറയാത്ത ഒരാളാണ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/ST എന്നുമായി ബന്ധപ്പെട്ടുള്ള പരാതി അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. ഇനി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആരാണ്? SP ആണ് കൊടുക്കേണ്ടത്. ആർക്കാണ്? DGPക്കാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് ഓർക്കുക അല്ലേ? ഇനി ഇതേപോലെ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരകളാക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്കും മറ്റുമൊക്കെ എന്തുണ്ട്? സംരക്ഷണവും മറ്റും കൊടുക്കണം അല്ലേ? അതിനാരാണ് അധ്യക്ഷനായിട്ട്? കളക്ടർ അല്ലേ? ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ കാര്യങ്ങൾ പോകുന്നത്. അതേപോലെ ഈ അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/ST എന്ന് പറയുന്ന നേരത്ത് ഏതാണ്? അതിനൊരു സമയപരിധിയുണ്ട്. എത്രയാണ് സമയപരിധി? 30 ദിവസമാണ് അല്ലെ? 30 ദിവസമാണ് ഇവിടുത്തെ സമയപരിധിയായിട്ട് നിശ്ചയിക്കുന്നത്. 30 ദിവസമാണ് അല്ലേ? അവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ക്ലാസ്സിൽ, ഓക്കെ അല്ലേ? അപ്പോൾ 30 ദിവസമാണ് ഇവർക്കെതിരായിട്ടുള്ള സമയപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്നറിയാമല്ലോ. 1 മാർക്ക് നമുക്ക് കിട്ടണം. ഒരു 5 മാർക്കാണ് ഏതിലുള്ളത്? ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറഞ്ഞ മേഖലയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എല്ലാവരോടും ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നേക്കുക. നമ്മളിത് റെക്കോർഡും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കരുതും ഇവിടെ പഠിക്കാൻ പറ്റുന്ന പിള്ളേർക്ക് ഒന്നും അറിയില്ല എന്ന് കരുതും. അതുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ഞാൻ ചോദിക്കാൻ നേരത്ത് ഉറക്കെ പറഞ്ഞോണം കാര്യങ്ങൾ കേട്ടോ. അതിലൊന്നും ഒരു നാണക്കേടും വിചാരിക്കേണ്ട. എൻ്റെ മുഖേ കാണുകയുള്ളൂ, നിങ്ങളുടെ ശബ്ദമേ കേൾക്കുകയുള്ളൂ. ഓക്കെ അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞ 30 ദിവസം, ആ 30 ദിവസമാണ് ഇതിനൊരു പരിധി ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്നത് അല്ലേ? ഇനി ഇതിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും? അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതായത് ഈ പറയുന്ന അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/ST, ഇപ്പം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളിനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരാൾ, അയാൾക്ക് ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിയമമുണ്ട്. അത് 2018-ലാണ് ആ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. 2018-ലാണ് മുൻകൂർ ജാമ്യം നിഷേധിക്കുമെന്നൊരു ഭേദഗതി വന്നത്. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ട്, അതായത് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/ST എന്ന് പറയുന്ന നേരത്ത് SC/ST വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒരാൾക്ക് അയാൾ ജാതീയമായിട്ടോ മതപരമായിട്ടോ ഞങ്ങൾ അധിക്ഷേപിച്ചെന്ന് കാണിച്ച പരാതിയോ മറ്റോ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും, ജാമ്യം കിട്ടില്ല. അപ്പം മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് നിഷേധിച്ചത് 2018 വരുത്തിയ ഭേദഗതിയാണ്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു വ്യക്തി കേസ് പോയി അല്ലേ? അതാണ് മറാത്ത ഗവൺമെൻറ്റിനെതിരായിട്ട് നടന്നൊരു കേസ്. 2018 നടന്ന കേസ്. ഏത് മഹാജനായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേര് സുഭാഷ് അല്ലേ? സുഭാഷ് കാശ്യപ് അതോ കാശിനാഥോ? കാശിനാഥ്. അപ്പോൾ സുഭാഷ് കാശിനാഥ് മഹാജൻ. അപ്പോൾ സുഭാഷ് കാശിനാഥ് മഹാജൻ എന്ന് പറഞ്ഞ വ്യക്തിയും മഹാരാഷ്ട്ര ഗവൺമെൻറ്റുമായിട്ട് നടന്നൊരു കേസിൽ സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. വിധി പുറപ്പെടുവിച്ചത് എന്താണ്? മുൻകൂർ ജാമ്യം അനുവദിച്ച് നൽകാം എന്നാണ് ഇവർ വിധി പുറപ്പെടുവിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. ഇതിന് ശിക്ഷയുണ്ട്. അതായത് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എത്രയാണെന്ന് ചോദിക്കാം അല്ലേ? എത്രയാണ് ശിക്ഷ? 6 മാസം തടവാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത്. 6 മാസം തടവാണ് ഏറ്റവും കുറഞ്ഞ ശിക്ഷ. മാക്സിമം എത്രയാണ്? മാക്സിമം ജീവപര്യന്തമാണ് കൊടുക്കുന്നത്. ഇനി ഏറ്റവും രസകരമായൊരു കാര്യമുണ്ട്. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാൾ കുറ്റം ചെയ്തു വന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ മാക്സിമം കൊടുക്കാൻ വരുന്ന ശിക്ഷ വധശിക്ഷ വരെയാണ്. അങ്ങനെ വധശിക്ഷ വിധിച്ചു.
വധിച്ചു, ആളിനെ തൂക്കിലേറ്റി കഴിയുമ്പോഴാണ് അറിയണത് ഈ പറഞ്ഞത് നിരപരാധിയായിരുന്നു, ആ നിരപരാധിനെയാണ് തൂക്കിലേറ്റിയത് എന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇയാളെ തൂക്കിലേറ്റപ്പെടാൻ കാരണക്കാരനായ വ്യക്തി ആരാണോ അയാളെ എന്ത് ചെയ്യും? അയാളെ പിടിച്ച് തൂക്കിലേറ്റും. അങ്ങനൊരു വ്യവസ്ഥയും കൂടിയുണ്ട്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇവർക്കെതിരെ വരുന്ന പരാതി അന്വേഷിക്കാനായിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞു ആരാണ്? SP എന്ന DYSP റാങ്കിൽ കുറയാത്ത ആൾ അന്വേഷിക്കും. SP റിപ്പോർട്ട്, എന്നിട്ട് SP ആണ് റിപ്പോർട്ട് DGPക്ക് കൊടുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതേപോലെ ഒരു സംസ്ഥാനത്ത് ഈ പറയുന്ന അട്രോസിറ്റീസ് SC/ST ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കൗൺസിലുകളൊക്കെ രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ DGP റാങ്കിൽ കുറയാത്ത ADGP അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അതിന് ചാർജുകാരായിട്ടൊക്കെ വരുന്നത് എന്ന് നമ്മൾ ഓർത്തേക്ക് അല്ലേ. ഇനി എന്താണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം? ആർട്ടിക്കിൾ 341 342 ആരെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്? SC/ST വിഭാഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണത്. 341 ഉണ്ട്, 342 ഉണ്ട് അല്ലേ. 341 342 ഒക്കെയാണ് SC/ST വിഭാഗത്തെ പറ്റി പ്രസ്താവിക്കുന്നതല്ലേ പ്രതിപാദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കേണ്ടുന്ന കാര്യം ഈ അട്രോസിറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കുറച്ച് നിർവചനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് നിർവചനങ്ങളുണ്ട്. ഈ SC/ST വിഭാഗം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ നമുക്കറിയാം ഏതാണ്? നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ് അല്ലേ. അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ അട്രോസിറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അനുഭവിക്കുന്ന ദുഃഖവും ദുരിതവുമൊക്കെ അനുഭവിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള നിർവചനങ്ങൾ നമുക്കൊന്ന് വേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ എന്തൊക്കെയാണ്? അതിൽ പ്രത്യേക നിർവചനങ്ങളുണ്ട് അല്ലേ. അതിൽ ആദ്യമായിട്ട് വരുന്നത് എന്താണ് അറിയാവോ? എന്തായിരിക്കാം? ആശ്രിതൻ. ആരാണ് ആശ്രിതൻ? അതായത് ഇപ്പോൾ ഒരു വ്യക്തി മരണപ്പെട്ടു എന്ന് കണക്കാക്കുക. അട്രോസിറ്റീസ് ഇപ്പോൾ ആൾക്കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനെ പൊതുസമൂഹം അങ്ങനെ ഉപദ്രവിച്ചെന്ന് ചോദിക്കുക. അപ്പോൾ ആരാണ് അയാളുടെ ആശ്രിതൻ? അതെ, മധു. പണ്ട് ആഹാരം ഭക്ഷിച്ച് മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആദിവാസി യുവാവിനെ മധുവിനെ തട്ടിക്കൊന്നില്ല നാട്ടുകാരെല്ലാവരും കൂടി. അപ്പോൾ ആരാണ് ആശ്രിതൻ? ഈ ഇരയായി വരുന്ന ആളുടെ ബന്ധു, അയാളാണ് ആശ്രിതനായിട്ട് വരുന്നത്. അപ്പോൾ അച്ഛനോ അമ്മയോ മകനോ മകളോ ഭാര്യയോ അവരൊക്കെ ആരാണ്? ആശ്രിതൻ എന്ന് പറയുന്ന ശ്രേണിയിൽപ്പെടും അല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് എത്രയാണ്? സെക്ഷൻ 2 കേട്ടോ. സെക്ഷൻ 2 നിർവചനങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. നിർവചനം എന്ന് പറയാൻ നേരത്ത് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തത് ആശ്രിതൻ ആരാണെന്നറിയണം. ഇരയുടെ ബന്ധു, അതാണ് ആശ്രിതൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് എന്താണ് നിർവചനം വരുന്നത്? രണ്ടാമത്തത് എന്താണ്? അട്രോസിറ്റി അഥവാ അതിക്രമം അല്ലേ. അതിക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം? സ്വാഭാവികമായിട്ടുള്ള ഒരു നടപ്പ് വശം നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഒരുവൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അവനെ ഇല്ലായ്മ ചെയ്യുവാൻ നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് എന്താ പറയുക? അതിക്രമം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആട്രോസിറ്റി എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് അല്ലേ. ഇനി അടുത്ത നിർവചനം എന്ന് പറയാം? ഇനി ബഹിഷ്കരണമാണ്. എന്താണ് ബഹിഷ്കരണം? കൂടെ നിർത്തുന്നില്ല, മാറ്റി നിർത്തുന്ന പ്രക്രിയക്കാണ് നമ്മൾ ബഹിഷ്കരണം എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക ബഹിഷ്കരണമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സാമ്പത്തിക ബഹിഷ്കരണം എന്ന രീതിയിൽ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ സാമ്പത്തികമായിട്ട് ബഹിഷ്കരണമുണ്ട്. അപ്പോൾ സാമ്പത്തിക ബഹിഷ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്ത് കിട്ടുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണോ അതിൽ നിന്നെല്ലാം ബഹിഷ്കരിക്കുക. ഷെയർ കൂടിയിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് ഒഴിവാക്കുക അല്ലേ. അതേപോലെ നേരിട്ട് എന്തെങ്കിലും കച്ചവടം ചെയ്യുകയാണെങ്കിൽ അവൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് ആളുകൾ പോകാതിരിക്കുന്ന പരിപാടി. അപ്പോൾ അവന് സാമ്പത്തിക ബഹിഷ്കരണമാണ് ഉണ്ടാകുക. അങ്ങനെയുള്ള പ്രക്രിയകളാണ് നമ്മൾ ഈ പറയുന്ന ലോൺ കൊടുക്കാതിരിക്കുക, സാമ്പത്തിക ബഹിഷ്കരണമാണ്. ഇതൊക്കെ സാമ്പത്തിക ബഹിഷ്കരണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. ഇനി അടുത്ത എന്താണുള്ളത്? സാമൂഹ്യ ബഹിഷ്കരണം എന്ന് പറയും അല്ലെ. സാമൂഹ്യ ബഹിഷ്കരണം അല്ലേ. സാമൂഹ്യ ബഹിഷ്കരണം വെച്ചാൽ സമൂഹമാണ്. ജാതിയോ മതമോ ഗോത്രമോ കുലമോ പറഞ്ഞുകൊണ്ട് ഒരുവനെ ഒറ്റപ്പെടുത്തുന്ന, ഒരു കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന പരിപാടിക്കാണ് നമ്മൾ സാമൂഹ്യ ബഹിഷ്കരണം. നമ്മൾ ഈ ഊരുവിലക്ക് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സെയിം സാധനം തന്നെയാണ് ഊരുവിലക്ക്. ഇനി അടുത്ത നിർവചനം എന്താണുള്ളത്? ഇര എന്ന് പറയുന്ന സാധനമുണ്ട്. ഇര എന്താണ്? ഇര മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിൽ കോർത്തിടുന്ന സാധനമാണ്. അതാണ്, അത് വിര ആണ്. ഇത് ഇരയാണ് അല്ലേ. അപ്പോൾ ഇരയാവുക എന്ന് വെച്ചാൽ വേട്ടയാടപ്പെടുന്നവൻ, അതായത് സമൂഹത്തിനാൽ വേട്ടയാടപ്പെടുന്നവനാണ് ഇര എന്ന് പറയുന്നത്. അതായത് ഈ സമൂഹത്തിൻ്റെ അതിക്രമങ്ങൾക്ക് ഇരയാകുന്നവനാണ് ഈ പറയുന്ന ഇര എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇര. ആർക്ക് വേണമെങ്കിലും ഇരയാകാം, ആർക്ക് വേണമെങ്കിലും വേട്ടക്കാരനുമാകാം അല്ലേ. ഇനി എന്താ പറയുന്നത്? സാക്ഷി എന്ന് പറയുന്നയാൾ. സാക്ഷി എന്ന് വെച്ചാൽ ഈ വേട്ടയാടപ്പെടൽ, അതേപോലെ ഒരുവനെ ഉപദ്രവിക്കുന്നതൊക്കെ കാണുന്ന, മനസ്സിലാക്കുന്ന, ആ കാര്യങ്ങളിൽ വ്യക്തമായ അഭിപ്രായം ഉള്ളവനാണ് സാക്ഷി എന്ന് പറയുന്നത് കേട്ടോ. അതാണ് സാക്ഷി എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്?
ഉറക്കം തൂങ്ങാതെ ക്ലാസ്സിലിരിക്കുക. എന്താണ്? പട്ടികജാതി പട്ടിക ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഈ ഒരു വകുപ്പ് പഠിക്കാൻ തന്നെ കാര്യം എന്താണ്? കുറേ അധികം അതിക്രമങ്ങൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ശിക്ഷകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ശിക്ഷകളൊക്കെ നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുറ്റങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അപ്പോൾ ഈ പട്ടികജാതി പട്ടികവർഗത്തിനെതിരായ അതിക്രമം, ആട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST എന്ന് പറഞ്ഞുകൊണ്ട് പ്രഥമ ദൃഷ്ടിയാ ചാർജ് ചെയ്യപ്പെടുന്ന കുറച്ച് കേസുകളുണ്ട്. നമ്പറിട്ട് പഠിക്കാൻ നമുക്കത് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം പട്ടികജാതി പട്ടികവർഗത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് വരുന്നത് എന്താണ്? പഠിപ്പിച്ച കാര്യമാണ്, പറഞ്ഞില്ലെങ്കിൽ എംബോസിഷൻ എഴുതിപ്പിക്കും കേട്ടോ. മൂന്നാമതിരിക്കുന്ന ആൾ ശ്രദ്ധിച്ചോണം, പറഞ്ഞോ. അടിമപ്പണി, അടിമപ്പണി, ഭിക്ഷാടനം. അതായത് നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മൾ ഈ മുമ്പൊക്കെ പഴനിക്കും തമിഴ്നാട്ടിലെ വേളാങ്കണ്ണിക്കൊക്കെ പോകുന്നത് കാണില്ലായിരുന്നു. വഴി നീളം ഇങ്ങനെ ഭിക്ഷ യാചിച്ചുകൊണ്ട് ആൾക്കാരിരിക്കുന്നത്. അതെന്താണ്? എവിടെന്നെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ബോധപൂർവ്വം ഭിക്ഷ തണ്ടിക്കുന്ന പരിപാടിയായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 പ്രകാരം അല്ലേ, ഓർക്കുന്നില്ലേ? ഫോഴ്സ്ഡ് ലേബർ അല്ലേ, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നൊക്കെ പറഞ്ഞ കാര്യമില്ലേ, അതൊക്കെയാണ് ഈ പറഞ്ഞ സംഭവം. അപ്പോൾ അത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുടെ പരിധിയിൽപ്പെട്ട് നമുക്ക് ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ എന്താണ്? ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുക. അതായത് ഇപ്പം ഏതെങ്കിലുമൊക്കെ പൊതുരംഗത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതികൾ കേട്ടിട്ടില്ലായിരുന്നു? ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നോക്കിയാൽ, അതായത് ലേറ്റസ്റ്റായിട്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായിട്ട് ഇത്തരത്തിലൊരു പരാതി ഒരു MLA കൊടുത്തതായിട്ട് ഇങ്ങനെ വാർത്തയിൽ നമ്മൾ കേട്ടതല്ലായിരുന്നു. അപ്പോൾ നോക്കിയാൽ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പരാതി കൊടുക്കാം. അതും എന്താണ്? ആട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുടെ ശ്രേണിയിൽപ്പെടുന്നതാണ് അല്ലേ. ഇനി മൂന്നാമത് നമ്മൾ നോക്കാം, ഏതാണ്? അതായത് ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും ഒക്കെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണമുണ്ട്. അവർ ചിലപ്പോൾ പ്രതിനിധികളായിട്ട് വരും. അവർ ചിലപ്പോൾ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ പ്രസിഡന്റോ ചെയർപേഴ്സണോ ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ നേരത്ത് നീ ഇന്ന ജാതിയിൽപ്പെട്ടവനല്ല, നിന്നെ ഞാൻ മതിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അപമതിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ആട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന കേസ് തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് എന്ത് പറയാം നമുക്ക്? അതായത് ഈ ഭക്ഷ്യയോഗ്യമല്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യുക? കൊടുപ്പിക്കും. അതായത് നേരത്തെ ഒരു പോലീസ് ഓഫീസർക്കെതിരായിട്ടൊരു കേസുണ്ടായിരുന്നു. അതായത് ഒരു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ എന്താണ് മർദ്ദിച്ച്, കൊല്ലം ജില്ലയിലോ മറ്റോ ഇവിടെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒരു 10-15 കൊല്ലം മുമ്പ് ഒരു പത്രവാർത്തയാണ്. അതായത് മർദ്ദിച്ച് സ്വന്തം മലം അയാളെ കൊണ്ട് എന്താണ് തീറ്റിപ്പിച്ചു എന്നുള്ളതായിരുന്നു കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളും അതായത് മൂത്രമോ മലമൂത്ര വിസർജനങ്ങൾ നടത്താൻ തീർത്ത് അതൊക്കെ ചെയ്യിപ്പിക്കുന്ന പരിപാടികളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് എന്താണ്, നമുക്ക് മനുഷ്യനെ ഭക്ഷിക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഈ പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുമായിരുന്നു? അവരെ ശിക്ഷിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. അതായത് നേരെ നടക്കാൻ പോലും പറ്റാത്ത കാലം ഉണ്ടായിരുന്നു. അയ്യങ്കാളിയെ പോലെയുള്ള, പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ള ആളുകളുടെ ശ്രമഫലമായിട്ടാണ് അതിനൊക്കെ വലിയ മാറ്റം ഉണ്ടായത്. അപ്പോൾ ആ മഹാന്മാരെയൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അടുത്തത് പേരെന്ന് പറയാൻ പറ്റും? അത് ഭക്ഷ്യയോഗ്യമല്ല, അതല്ലേ നമ്മൾ പറഞ്ഞത്. അടുത്തത് വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ട്. വോട്ട് ചെയ്യുന്നതിൽ നിന്ന് വിലക്കുക, നീ ഇന്നവന് പോയി വോട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക, കുടിയാനും ജന്മിയും നിലനിന്ന കാലഘട്ടത്തിലൊന്നും ജന്മിയോട് കുടിയാൻ പറയും, നീ അവന് പോയി വോട്ട് ചെയ്ത് വെച്ചാൽ മതി, വോട്ട് ചെയ്യാൻ പോയി നിന്റെ കൈ ഞാൻ വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ ഒരു കാലഘട്ടമുണ്ട്. ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്നുണ്ട്. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി നോക്കിയാൽ അടുത്ത് എന്താണ്? അതായത് ഈ നാട്ടിൽ നിന്നെ കണ്ടുപോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ അടിച്ചോടിക്കുകയല്ലേ, അങ്ങനെയുള്ള, അതായത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് നമ്മൾ നാട്ടിൽ നിന്നും ഓടിക്കുക, നാട്ടിൽ നിന്ന് ഓടിച്ചു വിടുക, വോട്ട് ചെയ്യാനായിട്ട് അല്ലേ, വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അടുത്തേതാണ്? ദേവദാസി സങ്കല്പം എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ ദേവദാസികളായിട്ടോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും കീഴ്വഴക്കങ്ങൾ പ്രകാരം അവരെ എന്താണ് നേർച്ച വസ്തുവായിട്ട് കണക്കാക്കുന്ന ഒരു പരിപാടിയുണ്ട്, നേർച്ച വസ്തു. ആ നേർച്ച വസ്തു എന്നുള്ള പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പീഡന, സ്ത്രീകൾ, അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആട്രോസിറ്റീസ് അഗൈൻസ്റ്റ് ഈ പറയുന്ന SC/ST വിഭാഗത്തിൻ്റെ ശ്രേണിയിൽപ്പെടുത്താവുന്നതാണ് അല്ലേ. ഇനി എന്താ പറയാൻ പറ്റും? ജലസ്രോതസ്സുകൾ, അതായത് ഇവർക്ക് കുടിക്കാൻ വേണ്ടുന്ന പ്രത്യേക കിണറുകളോ മറ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കിണറിൽ കൊണ്ടുപോയി മാലിന്യങ്ങൾ വലിച്ചെറിയുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അത് ഈ പറയുന്ന ആട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെ കേസെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെയോ അവരെ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ബോയ്ക്കോട്ട്,
അതായത് ഒരു കട നടത്തുന്ന ഒരാൾ പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഞാൻ സാധനം കൊടുക്കുകയില്ല, അപ്പോൾ അവരെ ബഹിഷ്കരിക്കുന്ന ഒരു നിയമമല്ലേ. അതേപോലെ അത്തരത്തിലുള്ള ആൾക്കാർ നടത്തുന്ന കടയിൽ നിന്ന് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കില്ല എന്ന്, ഇപ്പോൾ ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ നടത്തുന്ന കടയിൽ നിന്ന് ഞങ്ങൾ സാധനം വാങ്ങിക്കില്ല എന്ന് പറയുന്ന പ്രക്രിയ ഈ പറയുന്ന വിവേചനത്തിനെതിരാണ് എന്നാണ് പറയുന്നത് അല്ലേ. പിന്നെയോ ഇതാണ് ഈ 8ഓളം വരുന്ന കാര്യങ്ങൾ, ഇതാണ് നമ്മൾ പറയുന്ന ആട്രോസിറ്റീസ് എന്ന് പറയുന്ന സംഭവം. അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള ആട്രോസിറ്റീസ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തേക്ക്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നേക്കാം. ഇനി അടുത്ത പോയിന്റ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്? പറയൂ, കേൾക്കട്ടെ. പൊതുസേവകന്റെ ചുമതലകൾ. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുസേവകന്റെ അടുത്ത് എന്ന് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യണം? കേൾക്കണം, വ്യക്തമായിട്ട് കേട്ടിട്ട് എന്ത് ചെയ്യണം? പരാതി സ്വീകരിക്കണം. പരാതി സ്വീകരിച്ചിട്ട് എന്താ ചെയ്യേണ്ടത്? പരാതി എഴുതണം. കേട്ടിട്ട് പരാതി എഴുതണം. കേട്ടെഴുതുന്ന പരാതിയുടെ ഒരു പകർപ്പ് എന്ന് പറയുന്നത് FIR ഒക്കെ ഉണ്ടെങ്കിൽ ആ FIRന്റെ പകർപ്പ് സൗജന്യമായിട്ട് ഈ പരാതി പറയാൻ വരുന്ന ആളിന് കൊടുക്കണം. ഈ പറയുന്ന ആൾ, അതായത് സംഭവം സിമ്പിൾ. അപ്പം എനിക്കൊരു പരാതി ഉണ്ടായി, ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് ചെന്ന് കഴിയാൻ നേരത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കണം. കേട്ടിട്ട് എന്ത് ചെയ്യണം? അത് FIR ആക്കണം. FIR ആക്കിയിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു പകർപ്പ് എനിക്ക് തരണം അല്ലേ. പിന്നെയോ എന്നെ വായിച്ച് കേൾപ്പിക്കണം, എനിക്ക് വേണ്ടുന്ന നിയമ ഉപദേശങ്ങൾ നൽകണം. ഇതാണ് ഒരു പൊതു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അല്ല. അപ്പോൾ പൊതു ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കാര്യങ്ങളേ ഉള്ളൂ. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് പരാതി എഴുതി എന്നെ അത് വായിച്ച് ബോധ്യപ്പെടുത്തി എൻ്റെ ഒപ്പതിൽ പതിപ്പിച്ചിട്ട് എനിക്കതിൻ്റെ ഒരു പകർപ്പ് തന്ന് വിടുന്നതാണ് ഈ പറയുന്ന രീതി എന്ന് പറയുന്നത് അല്ലേ. ഇനി എന്താ ഇതിൽ പറയുന്ന കാര്യങ്ങൾ? അടുത്തത് എടോ ഇയാൾ പറ, എന്താണ് അടുത്ത് ചോദിക്കുന്നത്? അതൊക്കെ പോയിക്കാണ് നമ്മൾ മറ്റേ ശിക്ഷകൾ പറഞ്ഞ കൂട്ടത്തിലുള്ളതല്ലേ. ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത പോയിന്റ് തന്നെ? നിസ്സാരമായ പോയിന്റുകൾ അല്ല, കാര്യമായിട്ടുള്ള പറ. കോടതി വേണം. കോടതി എന്ന് പറയുന്നത് വേണം. അതായത് ഇവരുടെ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക കോടതികൾ വേണം. എല്ലാ ജില്ലയിലും ഒരു സ്പെഷ്യൽ കോടതി വേണമെന്ന് പറയണം, എല്ലാ ജില്ലകളിലും. അതായത് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട് എല്ലാ ജില്ലയിലും ഒരു സ്പെഷ്യൽ കോടതി വേണമെന്ന് പറയുന്നു. പക്ഷേ ചില ജില്ലകളിൽ ഇവർക്കെതിരായ കേസുകൾ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അങ്ങനെ വരാൻ നേരത്ത് ഒരു സെഷൻസ് കോടതിയെ എന്ത് ചെയ്യുകയാണ്? ഇവരുടെ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ നിലവിലുള്ളൊരു കോടതി തന്നെ ഇവർക്ക് വേണ്ടുന്ന കേസുകളും കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയായിട്ട് മാറ്റപ്പെടുമെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത്. പിന്നെ അടുത്ത് എന്ത് പറയാം? പറയടോ. അതെ അതെ അതെ, സെക്ഷൻ 14 അല്ല, സെക്ഷൻ ഏത് സെക്ഷനിലാണ്? സെക്ഷൻ 14 മുതൽ 15 വരെയുള്ള സെക്ഷനുകളാണ് ഇതിനെപ്പറ്റി പറയണത്. കോർട്ട് അല്ലേ, പ്രത്യേക കോടതികൾ. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക കോടതിയെ പറ്റി പരാമർശിക്കുന്ന സെക്ഷനുകൾ എന്ന് പറയുന്നത് 14 മുതൽ 15 വരെയുള്ളതാണ്. അവിടെ ഓർക്കുക, എല്ലാ ജില്ലകളിലും പ്രത്യേകം കോടതികൾ വേണം. ഇനി അങ്ങനെ സംവിധാനം ഇല്ലെങ്കിൽ ആ ജില്ലയിൽ എന്ത് ചെയ്യണം? ഒരു സെഷൻസ് കോടതി എന്ന് പറയുന്നത് എന്തായി മാറും? ഇവരുടെ പരാതികൾ പരിഹരിക്കുന്ന, ഇവരുടെ പരാതികൾ കേൾക്കുന്ന കോടതിയായിട്ട് മാറ്റപ്പെടാം എന്നുള്ള വ്യവസ്ഥയാണുള്ളത് അല്ലേ. കിട്ടിയല്ലോ. ഏതാണത്? ചാപ്റ്റർ 4ലാണ് ഈ പറയുന്ന കോടതിയെ പറ്റി പറയുന്നത് കേട്ടോ. ചാപ്റ്റർ 4 അധ്യായം 4ലാണ് കോടതികളെ പറ്റി പറയുന്നത്. കോടതിയുടെ രൂപീകരണത്തെ പറ്റി പറയുന്നത് ചാപ്റ്റർ 4ലാണ്. ഇനി എന്താ ഇത് വരുന്നത്? അടുത്തത് അപ്പീലിനെ പറ്റി എന്തറിയാൻ പറയടോ, കേൾക്കട്ടെ. സെക്ഷൻ 14A ആണ് അപ്പീലിനെ പറ്റി പറയുന്നത്. സെക്ഷൻ 14A. ഇപ്പോൾ സെക്ഷൻ 14A. അപ്പോൾ സെക്ഷൻ 14A എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ശിക്ഷ വന്നു, ഒരു വിധി വന്നു. ആ വിധി നമുക്ക് സ്വീകാര്യമല്ലെന്നുണ്ടെങ്കിൽ അപ്പീലിന് പോകാം. അപ്പോൾ അപ്പീലിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ജില്ലകളിലുള്ള കോടതിയാണ് വിധിക്കുന്നത്. ആ വിധിക്കെതിരെ നമുക്ക് അപ്പീൽ പോകാനായിട്ട് എവിടെ പോകാൻ പറ്റുള്ളൂ? അപ്പീൽ എവിടെ പോകേണ്ടത്? ഹൈക്കോടതിയിലാണ് അപ്പീൽ പോകാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഹൈക്കോടതിയിൽ മാത്രമേ അപ്പീൽ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. എത്ര ദിവസം കാലയളവ് വല്ലതും പറയുന്നുണ്ടോ? 90 ദിവസമാണ് പറയണം. 90 ദിവസം ഇതിന് അപ്പീൽ പോകാം, അല്ലെങ്കിൽ 90 ദിവസത്തിനകം എന്ത് ചെയ്യണം? അപ്പീൽ കൊടുക്കണമെന്നാണ് പറയണത്. ഇനി 90 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് സൗകര്യപ്പെടുന്നത്. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കോടതി സ്വീകരിക്കില്ല, പക്ഷെ സ്വീകരിക്കും. എങ്ങനെയാണെങ്കിൽ ന്യായമായ ഒരു കാലതാമസത്തിനുള്ള സാഹചര്യം നമുക്കുണ്ടായി എന്നും കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കോടതി 90 ദിവസത്തിനപ്പുറം നമുക്ക് എന്ത് ചെയ്യും? ഈ അപ്പീൽ എന്ന് പറയുന്നത് അനുവദിച്ച് നൽകും കേട്ടോ. പിന്നെ പിഴ എന്ന് പറയുന്നത് വല്ലതും ഉണ്ടോ? പിഴ എന്തെങ്കിലും തരത്തിലുള്ള പിഴകളുണ്ടോ? ഇവിടെ പിഴകളുമുണ്ട്, തടവ് ശിക്ഷകളുമുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/STയുമായി ബന്ധപ്പെട്ട 6 മാസം മുതൽ
ജീവപര്യന്തം തടവ് വരെയാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പിഴ എന്ന് പറയാൻ നേരത്ത് ഈ നഷ്ടപരിഹാരം എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് ഇരയ്ക്ക് കൊടുക്കാനായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ അത് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാനും ഒക്കെ ആയിട്ട് ജില്ലാ കളക്ടർ മുതലായിട്ടുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അത് ദുരന്തത്തിൻ്റെയും ദുരിതത്തിൻ്റെയും വ്യാപ്തി അനുസരിച്ചായിരിക്കും പിഴ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ SC/ST അട്രോസിറ്റീസ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ അല്ലേ. ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ആക്ട് ഉണ്ട്. അടുത്ത ആക്ടിൻ്റെ പേരെന്താണെന്നറിയാമോ? അടുത്തൊരു ആക്ട് അടുത്ത പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ സീനിയർ സിറ്റിസണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. സീനിയർ സിറ്റിസണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആക്റ്റാണ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അല്ലേ. ആ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും? ആരാണ് സീനിയർ സിറ്റിസൺ എന്ന് നമ്മൾ ആദ്യം അറിയണം അല്ലേ. ആരാണ് സീനിയർ സിറ്റിസൺ? ആരാണ്? ആ മുതിർന്ന പൗരന്മാരാണ് സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത്. എത്ര വയസ്സിന് മുകളിലുള്ള ആൾ? 60 വയസ്സ്. എത്ര? 35 വയസ്സ്. 60 വയസ്സ് അതിന് മുകളിൽ അല്ലേ. 60 വയസ്സോ അതിന് മുകളിൽ ഉള്ളതോ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീനിയർ സിറ്റിസൺ എന്ന് വിളിക്കണം അല്ലേ. 60 വയസ്സോ അതിന് മുകളിലുള്ളതോ ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീനിയർ സിറ്റിസൺ എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം അല്ലേ, അതിന് നമ്മളൊരു പേര് പറയുന്നത് എന്താണ്? എന്ത് പേര് അതിന് മൊത്തത്തിൽ പറയുന്നത്? പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് അല്ലേ. അത് വയോജനക്ഷേമം എന്ന് നമ്മൾ പറയുന്ന വിഭാഗമാണത്. അപ്പോൾ ഏത് കാലത്താണിത് വന്നത്? എന്നാണ് നിലവിൽ വന്നത്? പറയൂ. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2007 ഡിസംബർ 29. ഡിസംബർ 29 ഡിസംബർ 29 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു അല്ലേ. നടപ്പിലായത് 2008 സെപ്റ്റംബർ 24 നടപ്പില്ല. അപ്പോൾ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2007. പക്ഷേ ഇത് രാജ്യമെമ്പാടുമായിട്ട് നിലവിൽ വന്നത് 2008 സെപ്റ്റംബർ 24 ആ നിയമത്തിൻ്റെ പേരാണ് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട് അല്ലേ. അതല്ലേ, പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇതിന് എത്ര അധ്യായങ്ങൾ ചാപ്റ്ററുകളും ഒക്കെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മ നമുക്ക് വേണം അല്ലേ. പറയടോ, എത്ര എണ്ണം ഉണ്ട്? ഉറപ്പാണോ? 7 ആണോ അതോ 12 ആണോ? 7 ചാപ്റ്റർ ഉണ്ട്. 32 സെക്ഷനുകളും അല്ലേ. ഇത് 2 തവണ ക്ലാസ് എടുത്തിട്ടാണ് മൂന്നാമത്തെ എക്സാമിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് വീണ്ടും പഠിപ്പിക്കുന്നത്. അടുത്ത ആഴ്ച പരീക്ഷ എഴുതേണ്ട പിള്ളേരാണ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല കേട്ടോ. നമുക്ക് റാങ്ക് വേണ്ടതാണ്. അപ്പോൾ 7 ചാപ്റ്ററും 32 സെക്ഷനുകളുമാണ് ഏതിലുള്ളത്? ഏതിലുള്ളത് വെച്ചാൽ ഇതിലുള്ളതെന്നല്ല പറയേണ്ടത്. ഏത് നിയമത്തിലുള്ളത്? പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട് അല്ലേ, 2007 ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ ഈ നമ്മുടെ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ സീനിയർ സിറ്റിസൺ അല്ലേ, ആരാണ് സിറ്റിസൺ? ആരാണ്? മുതിർന്ന പൗരൻ. 60 അതിന് മുകളിലോ പ്രായമുള്ള ആളുകളാണ് മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അടുത്തതിൻ്റെ നിർവചനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്തുണ്ട്? രക്ഷിതാവ് ആരാണ് അല്ലേ. രക്ഷിതാവ് എന്ന് പറഞ്ഞ ആളാരാണ്? രക്ഷിതാവ് എന്ന് പറയാൻ നേരത്ത് നമ്മളെപ്പോഴും അച്ഛനും അമ്മയും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഇവിടെ രക്ഷിതാവ് എന്ന് പറയാൻ നേരത്ത് ആരായിരിക്കും രക്ഷിതാവായിട്ട് വരുന്നത്? ജന്മം നൽകിയതോ അല്ലേ. ജന്മം നൽകാതെയും രക്ഷിതാവാകാൻ പറ്റും. അതായത് നമ്മളെന്താണ്, ദത്തെടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലം സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അച്ഛൻ, അമ്മ, ഇവർക്ക് പുറമെ രണ്ടാനച്ഛൻ, രണ്ടാനമ്മ, അതല്ലെന്നുണ്ടെങ്കിൽ ദത്ത് എടുത്ത് വളർത്തിയ ആ വളർത്തച്ഛനും വളർത്തമ്മയും ആരാണ്? രക്ഷിതാവാണ്. ഇവരെയാണ് എന്ത് ചെയ്യേണ്ടുന്നത്? സംരക്ഷിക്കേണ്ടത്. ഇവരുടെ സംരക്ഷണമാണ് ഇതിൽ പറയുന്നത് സീനിയർ സിറ്റിസൺസിൻ്റെ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇനി ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടത് ആരാണ്? കുട്ടികൾ. ഇത് എവിടെയാണ്? നട്ടുച്ച നേരത്ത് ഉറക്കം തൂങ്ങാനായിട്ട് എവിടെ പോയിരിക്കുകയാണ്? വീട്ടിൽ പോയാ? കറച്ചട്ടി പഠിക്കാൻ പോയാ? ചോറുണ്ണാൻ പോയാ? ഏതാണ് രക്ഷിതാവ്? കുട്ടികളാരാണ്? മകൻ, മകൾ, കൊച്ചുമകൾ. അതായത് മക്കൾ എന്ന് പറയാൻ നേരത്ത് പേരക്കിടാങ്ങളും വിടും, പിന്നെ ആരും വിടും? പേരക്കിടാങ്ങളും വിടും, സ്വന്തം മക്കളും വിടും. ഇതാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ നോക്കാൻ നേരത്ത് ആരാണ് സീനിയർ സിറ്റിസൺ എന്നും സീനിയർ സിറ്റിസനെ സംരക്ഷിക്കേണ്ട നിയമം എന്ന് വന്നു എന്നും അതിൽ എത്ര സെക്ഷനുകളും എത്ര ചാപ്റ്ററുകളും ഉണ്ടു എന്നും ഇവരെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്നും നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യത്തിൽ വരുന്നതാണ്, പറഞ്ഞോ.
പരാതി കൊടുക്കേണ്ടത് ആർക്കെതിരെയാണെന്നല്ലേ? ഈ പഠിപ്പിക്കണം എനിക്കെതിരെ തന്നെ പരാതി കൊടുക്കുക ആദ്യം തന്നെ അല്ലേ? പരാതി കൊടുക്കേണ്ടത് ആർക്കാണ്? അത് അച്ഛനും അമ്മേനും നോക്കേണ്ട സമയത്ത് എനിക്ക് ക്ലാസ് എടുത്തു തരുന്നതിന് എനിക്കെതിരെ അതിൻ്റെ ആദ്യം ഒരു പരാതി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ നോക്കുന്നതാണ് പരാതി ആർക്കെതിരെ കൊടുക്കാം. ആർക്കെതിരെയാണ് കൊടുക്കേണ്ടത്? പറ. അതായത് മാതാപിതാക്കൾ രക്ഷിക്കാൻ കഴിയാത്ത ഈ അലവലാദികളായിട്ട് നടക്കുന്ന മക്കളുണ്ടല്ലോ, അവർക്കെതിരെ പരാതി കൊടുക്കാം. ആർക്ക് കൊടുക്കാം? ജീവിക്കാനായിട്ട് ത്രാണിയില്ലാത്ത, വേലെടുത്ത് തിന്നുവാനായിട്ട് ആരോഗ്യമില്ലാത്ത അവശ നിലയിലുള്ള 60 വയസ്സിന് മുകളിലുള്ള മാതാപിതാക്കൾക്ക് അവരുടെ മക്കളോ കൊച്ചുമക്കളോ ആയിട്ടുള്ള 18 വയസ്സിന് മേൽ പ്രായപൂർത്തിയായിട്ടുള്ള ആർക്കെതിരെ വേണമെങ്കിലും കൊടുക്കാവുന്ന ഒന്നാണ് ഈ പരാതി എന്ന് പറയുന്നത് അല്ലേ? മനസ്സിലായല്ലോ? ഇനി എന്ത് പറയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? ഇനി മക്കളില്ലാത്ത ആൾക്കാരുണ്ടാകും അല്ലേ? മക്കളുള്ളവർക്കല്ലേ വളർത്തിയ മക്കൾക്കെതിരെ കൊടുക്കാൻ പറ്റുള്ളൂ. മക്കളില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് ഇവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുണ്ടല്ലോ, ആ സ്വത്ത് ആരുടെ കൈകളിലേക്കാണോ ചെന്ന് ചേരുന്നത്, ആ കൈകളിൽ ചെന്ന് ചേരുന്ന ആളുകളാണല്ലേ സ്വത്തിൻ്റെ അനുഭവം അല്ലെങ്കിൽ എന്താണ് സ്വത്ത് അനുഭവിക്കുന്ന വ്യക്തികളായിട്ട് വരുന്നത്. അവർക്കെതിരെ പരാതി കൊടുക്കാമെന്നുള്ളതാണ് അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി എന്താ പറയാൻ പറ്റുക? സംരക്ഷണത്തിനുള്ള അപേക്ഷ എന്താണ് അതിൽ പ്രതിപാദിക്കുന്നത്? സംരക്ഷണത്തിനുള്ള അപേക്ഷ എന്തായിരിക്കണം? ട്രൈബ്യൂണൽ, അതായത് ഒരു ട്രൈബ്യൂണൽ ഉണ്ട് ഇവിടെ. സംരക്ഷണം എന്ന് പറയുന്ന ഒരു ട്രൈബ്യൂണൽ ഉണ്ട്. അതായത് ഈ പറയുന്ന നമ്മുടെ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എന്നൊരു പരാതി എന്ന് കഴിഞ്ഞാൽ അതൊരു ട്രൈബ്യൂണലിന് മുന്നിലാണ് ചെല്ലുന്നത്. ആ ട്രൈബ്യൂണൽ എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഈ ട്രൈബ്യൂണലാണ്. അതാണ് ട്രൈബ്യൂണലിൻ്റെ പ്രത്യേകത. ആ ട്രൈബ്യൂണലാണ് സംരക്ഷിക്കുന്നത്. ഇനി എന്ത് പറയാം നമുക്ക്? ആരാണ്? റവന്യൂ ഡിവിഷൻ ഓഫീസർ, നമ്മുടെ RDO അല്ലെങ്കിൽ സബ് ഡിവിഷണൽ റവന്യൂ ഓഫീസർ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ഈ ഒരു ട്രൈബ്യൂണലിൻ്റെ തലപ്പത്ത് ഇരിക്കുന്ന ആളുകളെന്ന് പറയുന്നത്. അതായത് മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്കെതിരെയുള്ള പരാതി സ്വീകരിക്കുന്ന ട്രൈബ്യൂണലിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് RDO അല്ലെങ്കിൽ സബ് ഡിവിഷണൽ റവന്യൂ ഓഫീസർ എന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇരിക്കുന്നത്. പിന്നെന്ത് പറയാം? 10,000 രൂപ അല്ലേ? 10,000 രൂപയല്ലേ പരമാവധി രൂപ എന്ന് പറയുന്നത്? 1 ലക്ഷം ഉണ്ടോ? 10, 100, 1000, 10,000. അതെ, 10,000 രൂപയാണ് ഇവർക്ക് വിധിക്കാവുന്ന പരമാവധി രൂപ എന്ന് പറയുന്നത്. ഏത് ഒരു ട്രൈബ്യൂണലിന് ശിക്ഷ വിധിക്കാൻ പറ്റുന്ന പരമാവധി തുക എന്ന് പറയുന്നത് 10,000 രൂപയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയേക്കുക അല്ലേ? പിന്നെന്ത് പറയാം? കടമകൾ എന്തൊക്കെയാണ്? കടമകൾ വായിച്ചു പറയട്ടെ, കേൾക്കട്ടെ. അതായത് ഈ RDO സബ് ഡിവിഷൻ ഓഫീസർ ഇവരെന്ത് ചെയ്യണം? നോട്ടീസ് അയച്ച് കക്ഷികളെ വിളിച്ചു വരുത്തണം അല്ലേ? പ്രശ്നങ്ങൾ എന്ത് ചെയ്യണം? പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തണം. പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വേണമെങ്കിൽ നമ്മുടെ ഈ മീഡിയേറ്റർമാർ ഇതാണ് നമ്മൾ പറയുന്നത് കൺസിലിയേറ്റിംഗ് ഓഫീസേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഓഫീസേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ചർച്ച നടത്തും. ഇപ്പം ഞാനും എൻ്റെ അച്ഛനും തമ്മിലാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളുടെ ഇടയിൽ മറ്റൊരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ പറ്റും. ഇനി മാതാപിതാക്കളെ സംരക്ഷിക്കുന്നില്ല എന്നൊരു പരാതി വന്നു കഴിഞ്ഞാലേ ആ പരാതി പെടുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടനയ്ക്ക് പരാതിപ്പെടാം. വയോജനക്ഷേമത്തിന് വേണ്ടി മുൻനിർത്തിക്കുന്ന കുറേ സംഘടന ഉണ്ടല്ലോ, അവർക്ക് പറയും അവനവൻ്റെ അച്ഛനമ്മേനെ നോക്കുന്നില്ല, വീട് അടച്ചിട്ടിട്ട് പോയേക്കാണ്, ഭക്ഷണം പോലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിയാൻ നേരത്ത് ഒരു വ്യക്തിക്ക് പരാതിപ്പെടാം. ഒരു വ്യക്തിക്ക് പരാതിപ്പെടാം, ഒരു സംഘടനയ്ക്ക് പരാതിപ്പെടാം. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന കൂട്ടായ്മകളുണ്ടല്ലോ, അവർക്കൊക്കെ പരാതിപ്പെടാനുള്ള സംവിധാനമുണ്ട്. ആ പരാതിയുടെയൊക്കെ പുറത്ത് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ട്രൈബ്യൂണലിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് ചാർജ് ചെയ്യാൻ പറ്റും, ശിക്ഷ വിധിക്കാനും പറ്റും. ഓക്കെ, ഇനി എന്താണുള്ളതിൽ? വിചാരണ എന്ന് പറയുന്നത് നടത്താം. അതായത് ഒരു കോടതിയുടേതിന് തുല്യമായിട്ടുള്ള അധികാര പരിധിയോടുകൂടി തന്നെ അവർക്ക് കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് സാധിക്കുമെന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. പിന്നെ പറയൂ, ഇവിടെ ഇയാൾ പറ, എന്താണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കറിയാനുള്ളത്? മാതാപിതാക്കൾക്ക് പ്രതിമാസം കൊടുക്കണം പൈസ. നോക്കാനില്ലാത്ത അവർക്ക് പെൻഷൻ കൊടുക്കുന്ന പോലെ, സർക്കാർ പെൻഷൻ കൊടുക്കുന്ന പോലെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നോക്കി വളർത്തിയ മക്കൾ അവർക്ക് എന്ത് കൊടുത്തേ പറ്റുള്ളൂ? പൈസ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെയോ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ നോക്കുന്നില്ല, അപ്പോൾ ഒരു പരാതി എൻ്റെ അയൽവാസികൾ ട്രൈബ്യൂണലിന് കൊടുത്തു. ട്രൈബ്യൂണൽ എന്നെ വിളിപ്പിച്ചു, ഞാൻ വഴങ്ങുന്നില്ല. അപ്പോൾ മറ്റൊരാളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് എന്നെ വീണ്ടും വിളിപ്പിച്ചു, ഞാൻ വഴങ്ങുന്നില്ല. അപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഞാൻ ആൾ പെശകാണെന്ന്. അപ്പോൾ എന്ത് ചെയ്തു? എന്നെ ശിക്ഷിച്ചു. 10,000 രൂപ എൻ്റെ നിന്ന് പിടിക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു 10,000 രൂപ ഞാൻ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? വെല്ലുവിളിച്ചു. അതാണ് ഈ ട്രിബ്യൂണലിൻ്റെ ട്രിബ്യൂണലിൻ്റെ വിധിയുണ്ടല്ലോ, ആ വിധിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ പോകാനായിട്ട് സാധിക്കും. അപ്പീൽ പോകാനായിട്ട് സാധിക്കുന്നത് എത്ര ദിവസത്തിനകമാണ്? 60 ദിവസത്തിനകമാണ്. ഇനി 60 ദിവസം കഴിഞ്ഞ് വേണമെങ്കിലും പോകാം, പക്ഷേ അതിന് വ്യക്തമായ സാഹചര്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ പോകാനായിട്ട് സാധിക്കില്ല കേട്ടോ. 60 ദിവസമാണ് അപ്പീലിനുള്ളത്. പിന്നെന്ത് പറയാം?
ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ എൻ്റെ തർക്കം ഉണ്ടാകുന്ന നേരത്ത് ഞാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കുന്ന, അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും പറഞ്ഞ് ഞാൻ അംഗീകരിക്കുന്ന ആളുണ്ടെങ്കിൽ അയാളാണ് അനുരഞ്ജനത്തിന് വരുന്നത്, മധ്യസ്ഥനായിട്ട് വരുന്നത് അവരായിരിക്കും, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്ത് കാര്യം പറയാൻ പറ്റും നമുക്കിതുമായി ബന്ധപ്പെട്ടുകൊണ്ട്? വൃദ്ധസദനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് കേട്ടോ. അതായത് ഒരു ജില്ലയിൽ, അല്ലേ, ഒരു വൃദ്ധസദനമോ ഒന്നിൽ കൂടുതൽ വൃദ്ധസദനമോ വരാം. അതാരാ പറഞ്ഞിരിക്കുന്നത്? സർക്കാർ സ്ഥാപിക്കണം. ഒരു ജില്ലയിൽ ഒന്നിലധികമോ വൃദ്ധസദനങ്ങൾ രൂപീകരിക്കാനായിട്ട് സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ രൂപീകരിക്കാൻ പറയുന്നുണ്ട്. അതിനേതെങ്കിലും നിയമമുണ്ടോ? സെക്ഷൻ 19 ആണ്. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട് 2007 സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 19 പ്രകാരം പറയുന്നു വൃദ്ധസദനങ്ങൾ രൂപീകരിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പഞ്ചായത്തിലും ഒരു വൃദ്ധസദനം വീതം ഉണ്ട്. പിന്നെയോ സ്വകാര്യ വ്യക്തികളുടെ വൃദ്ധസദനങ്ങൾ വേറെയും ഉണ്ട്, അല്ലേ? ഇനി മാതാപിതാക്കളൊക്കെ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന ടീംസ് ഉണ്ടല്ലോ, അല്ല, ഉപേക്ഷിക്കുന്ന ടീംസ് ഇല്ലേ, അവർക്കുള്ള ശിക്ഷയെപ്പറ്റി പറയുന്നുണ്ട്, അല്ലേ? അവർക്കുള്ള ശിക്ഷയുണ്ടല്ലോ. അതെത്രയാണ്? എത്ര രൂപയുടെ പിഴ? 5000 രൂപ പിഴയും, അല്ലേ, 3 മാസം വരെ തടവ് കൊണ്ട്. ഏത് വകുപ്പനുസരിച്ചാണ്? സെക്ഷൻ 24. സെക്ഷൻ 24. 19 വൃദ്ധസദനമാണ്. മാറിപ്പോകരുത്. പരീക്ഷ കളി ഇതൊക്കെ ചോദിക്കും. പോയാൽ ഒരു മാർക്ക്, കിട്ടിയാൽ ഒരു റാങ്ക്. അത് മറക്കരുത് കേട്ടോ. അപ്പം 5000 രൂപ, 3 മാസം തടവ്. ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 24 ഇതാണ് ഏത് നമ്മുടെ ആരെക്കുറിച്ച് പറയുന്നത്? സീനിയർ സിറ്റിസൺസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST നമ്മൾ പഠിച്ചു, സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് പഠിച്ചു, സീനിയർ സിറ്റിസൺസിൻ്റെ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ വൾണറബിൾസ് പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ തീർത്തു. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 3 കമ്മീഷനും കൂടിയുണ്ട്. ആ 3 കമ്മീഷനും കൂടി പഠിച്ചു കഴിഞ്ഞാൽ അത് സമ്പൂർണ്ണമായി. ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ? അത് നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST, പിന്നെ ഏതാണ്? മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ, അല്ലേ? ഇത്രയുമാണ് കാര്യങ്ങൾ. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ SC/STയും കമ്പാരിസൺ ചെയ്ത് നമുക്ക് പഠിച്ചു പോകാവുന്നേ. ഇത് ആദ്യം ഒറ്റ പേരിലാണ് വന്നത്, അല്ലേ? ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ട്? ഇതിൻ്റെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് വർഷമാണ് വരുന്നത്? 1978 ഇത് വരുന്നത്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന രീതിയിൽ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രീതിയിൽ ഇത് ആദ്യമായിട്ട് വരുന്നുണ്ട്, അല്ലേ? അത് 1978 വന്നു. എന്തായിരുന്നു പർപ്പസ് ഒന്നേ ഉള്ളൂ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടു. നമ്മുടെ സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടല്ലോ, ഓർമ്മയില്ലേ? നമ്മൾ പഠിച്ച 1976 അതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്ന ഒരു നിയമമാണ് 1978 ഈ പറയുന്ന SC/ST പ്രൊട്ടക്ഷൻ ആക്ട് എന്ന രീതിയിൽ വന്നത്, അല്ലേ? അത് പ്രകാരം ഒരു സമിതി രൂപീകരിച്ചു, അല്ലേ? ആ സമിതിക്ക് ഒരു നാഥൻ ഉണ്ടായിരുന്നല്ലോ. ആരായിരുന്നു അത് ആദ്യമായിട്ട്? ഭോല പാസ്വാൻ ശാസ്ത്രി എന്ന് പറയും, അല്ലെ? ഭോല പാസ്വാൻ ശാസ്ത്രി എന്ന് പറഞ്ഞ ആളായിരുന്നു ഇതിൻ്റെ ഒരു ചെയർമാനൊക്കെ ആയിട്ട് ആദ്യം ഇരുന്നിരുന്നൊരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നീട് കാലാന്തരത്തിൽ എന്ത് ചെയ്തു? ഇതിന് മാറ്റമൊക്കെ വരികയാണ്, അല്ലേ? മാറ്റം വന്നത് എന്താണ്? അതായത് 87 ഇതിനെ പുനർനാമകരണം ചെയ്തിട്ട് എന്താക്കി മാറ്റി? നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന ഒറ്റ പേരിൽ ഇത് കൊണ്ടുവരികയാണ്. നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന പേരിൽ എന്നാണ് 1987 പുനർനാമകരണം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ? സ്ട്രോങ് ആയിട്ടുള്ള ഒരു പട്ടികജാതി പട്ടികവർഗ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു കമ്മീഷനായിട്ട് വരികയാണ്. അതിൻ്റെ പേരെന്തായിരുന്നു? ആരായിരുന്നു ഇതിൻ്റെ ആള്? ശ്രീ രാംധൻ, അല്ലേ? ശ്രീ രാംധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇതിൻ്റെ ചാർജുകാരനായിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ചെയർമാനായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത്. പിന്നീട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്തായി? നയം മാറി, ഒരു പുതിയ കമ്മീഷൻ എന്ന രൂപത്തിൽ ഇത് വരികയാണ്. എങ്ങനെയാണ് വന്നത്? അത് ഏത് വർഷമായിരുന്നു? അതെ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ എന്ന പേരിൽ നിലവിൽ വരുന്നു. ഒരു ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. 65ാമത്തെ, അല്ലേ? 65ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ഈ പറയുന്ന സാധനം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് വരികയാണ്. 1980 ഏതായിരുന്നു? ഏത് വർഷമായിരുന്നു? 87 പുനർനാമകരണം ചെയ്തു. അതിനുശേഷം ഏത് വർഷത്തിലാണ് 65ാം ഭരണഘടനാ ഭേദഗതി?
പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിൽ വരുന്നു. അത് നിലവിൽ വരുന്നതാണ് തോന്നുന്നു 92 മാർച്ച് 10. അത് തന്നെ, അതെ, പഠിച്ചല്ല, കാര്യങ്ങളൊക്കെ മിടുക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ 1989 കാലഘട്ടങ്ങളിലാണ് ഈ ഭരണഘടനാ ഭേദഗതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ 1990 കാലയളവിൽ ഈ ഒരു മാറ്റം സംഭവിച്ചു. മാറ്റത്തിനൊടുവിൽ നമ്മുടെ നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന് പറയുന്നൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് നിലവിൽ വരികയാണ്. ഏത് വർഷമായിരുന്നു? 1992 മാർച്ച് 12 കമ്മീഷൻ നിലവിൽ വരികയാണ്. അന്ന് ആരായിരുന്നു ഇതിൻ്റെ ചാർജുകാരൻ? ആദ്യത്തെ പ്രഥമം എന്ന രീതിയിൽ നമ്മൾ പറയുമ്പോൾ ശ്രീ രാംധൻ എന്നായിരുന്നു നമുക്കറിയാം അല്ലേ. അങ്ങനെ അത് നിലവിൽ വന്നു. ശ്രീ രാംധൻ 2 കൂട്ടർക്കും കൂടിയുള്ളത്, ഓർക്കുക, 2 കൂട്ടർക്കും കൂടിയുള്ള കമ്മീഷനായിട്ടാണ് ഇത് നിലവിൽ വന്നത്. അങ്ങനെ SC-ക്കും ST-ക്കും പ്രത്യേകമായിട്ടൊരു കമ്മീഷൻ എന്നുള്ള രീതിയിൽ നിലവിൽ വന്നു. 1978 SC/ST പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഭോലാ പാസ്വാൻ ശാസ്ത്രി വരുന്നു. കുറച്ചു കാലം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പുനർനാമകരണം ചെയ്യുന്നു. പുനർനാമകരണം ചെയ്ത് നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്നുള്ള പേരിൽ വരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു നിയമം തയ്യാറാക്കി 65ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ SC/ST എന്ന് പറഞ്ഞൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് വരുന്നു. അത് 1992 സംഭവം വരുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം നമ്മുടെ ശ്രീ രാംധൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൽ ചാർജുകാരനായിട്ടിരുന്ന അല്ലെങ്കിൽ ചെയർമാനായിട്ടിരുന്ന വ്യക്തിയെ നമുക്കറിയാം അല്ലേ. പിന്നീട് ആണ് ഇതിന് മാറ്റം സംഭവിച്ചത്. എന്തായിരിക്കാം? അതായത് 2 സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ SC, നാഷണൽ കമ്മീഷൻ ഫോർ ST എന്ന രീതിയിൽ ഇത് സെപ്പറേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. 2003 89ാമത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2നും ബാധകമാണ് കേട്ടോ. SC നാഷണൽ കമ്മീഷൻ ഫോർ SCയും വന്നു, നാഷണൽ കമ്മീഷൻ ഫോർ STയും വന്നു. ഏത് വർഷമാണ് വന്നത്? ആക്ട് വന്നത് 2003 സ്ഥാപിക്കപ്പെട്ടത് 2004 കേട്ടോ. അപ്പോൾ 2004 സ്ഥാപിക്കപ്പെട്ടു. എങ്ങനെയുള്ളൊരു ബോഡിയാണിത്? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് അല്ലേ. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC-യും ST-യും അല്ലേ. ഇതിൽ എത്ര പേരുണ്ട് അംഗങ്ങൾ? ചെയർമാൻ ഉൾപ്പെടെ അല്ലേ. ചെയർമാൻ ഉൾപ്പെടെ 5 മെമ്പർമാരാണുള്ളത് അല്ലേ. 5 മെമ്പർമാരാണുള്ളത്. ഇവരുടെ കാലാവധി എത്ര വർഷമാണ്? കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 years ആണ് അല്ലേ. പിന്നെയോ ഈ പറയുന്ന അംഗങ്ങളും അതേപോലെ തന്നെ ചെയർമാനും ഏത് വിഭാഗത്തിൽ നിന്നുള്ളവരും ആയിരിക്കണം? പട്ടിക ജാതി വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരിക്കണം. അല്ലെങ്കിൽ ഏത് കമ്മീഷനിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ കമ്മീഷനിൽ നിന്നുള്ള ആളുകൾ ആയിരിക്കണമെന്നുള്ള വ്യവസ്ഥ ഉണ്ട് അല്ലേ. ഇനി എന്താ പറയാൻ പറ്റുക? ഈ പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ SC ആക്ട് അനുസരിച്ച് ആദ്യമായിട്ട് ഇതിൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരുന്ന വ്യക്തിയുടെ പേരെന്താണ്? ആദ്യത്തേത് സൂരജ് പാൻ, ഡോക്ടർ സൂരജ് പാൻ ആണ് കേട്ടോ. സൂരജ് പാൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആദ്യത്തേത്, ഫസ്റ്റ്. ഇപ്പോഴത്തെ അതിൻ്റെ 7ാമത്തെയോ മറ്റോ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കിഷോർ മക്വാന എന്ന് പറയും. കിഷോർ മക്വാനയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന ആൾ. ഇവർ എന്താ പറയേണ്ടത്? നിയമിക്കുന്നത് ആരാണ് ഇവരെ നിയമിക്കുന്നത്? പ്രസിഡൻ്റാണ് ഇവരെ നിയമിക്കുന്നത് കേട്ടോ. ഇവരെ നിയമിക്കുന്നത് പ്രസിഡൻ്റാണ് നിയമനം കൊടുക്കുന്നത്. ഇവരുടെ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? നിയമസഭയ്ക്കാണ് കൊടുക്കേണ്ടത്. റിപ്പോർട്ട് കൊടുക്കുന്നത് നിയമസഭയ്ക്ക് അല്ലെങ്കിൽ പാർലമെൻറ്റിനാണ് ഇവരുടെ റിപ്പോർട്ട് ഇവർ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ SC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിച്ച അതേ കാര്യങ്ങൾ തന്നെ ആർക്കും ബാധകമാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിക്കും കേട്ടോ. 338 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ പ്രകാരമാണ് അല്ലേ. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഏതാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കണം. അല്ലെ ഏതായിരിക്കാം? ലോക് നായക് ഭവൻ. ലോക് നായക് ഭവൻ ന്യൂഡൽഹിയാണ് എന്ന് ഓർക്കുക അല്ലേ. അതായത് നാഷണൽ കമ്മീഷൻ ഫോർ SC സ്ഥാപിതമായത് 89ാമത്തെ ഭരണഘടനാ ഭേദഗതി 2003 പ്രകാരമാണ്. 2004 ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായിട്ട് നിലവിൽ വന്നു. ആർട്ടിക്കിൾ 338 പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ 5 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെയുള്ളത് 5 അംഗങ്ങളാണ്. 3 വർഷമാണ് ഇവരുടെ കാലാവധി എന്ന് പറയുന്നത്. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് സൂരജ് ഭാനായിരുന്നു. നിലവിലുള്ളത് കിഷോർ മക്വാനയാണ്. ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതുമാരാണ്? പ്രസിഡൻ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ലോക് നായക് ഭവനാണ്. ഇനി ST വിഭാഗത്തിൻ്റെ കാര്യം നമ്മൾ നോക്കിയാൽ അവിടെ വ്യത്യാസം വരുന്ന വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതായത് ഒരു പുതിയ ആർട്ടിക്കിൾ വന്നു. അതേതായിരുന്നു? 338A എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്. 89ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം തന്നെയാണ് ഇതും സ്ഥാപിതമായിരിക്കുന്നത്. നമുക്കറിയാം 2004 തന്നെയാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതെന്നറിയാം. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്ന് നമുക്കറിയാം അല്ലേ. 5 അംഗങ്ങളാണ് ചെയർമാൻ ഉൾപ്പെടെ വേണ്ടത് എന്നറിയാം. ആ ചെയർമാനും അംഗങ്ങളും
ST വിഭാഗത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം എന്നും നിബന്ധനയുള്ളതാണ്. ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ആദ്യത്തെ ആളുടെ പേര് ഓർമ്മയുണ്ടോ? ആദ്യത്തെ ഇതിൽ പ്രകാരം നിലവിൽ വന്ന ആദ്യത്തെ ആളുടെ പേര് കൺവർ സിംഗ് ആണ് കേട്ടോ. ആദ്യത്തേത് കൺവർ സിംഗ് എന്ന് പറഞ്ഞ ആളാണ്. നിലവിലുള്ള ആളുടെ പേരെന്താണ്? അന്തർ സിംഗ് ആര്യ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അന്തർ സിംഗ് ആര്യയാണ് നിലവിലുള്ള വ്യക്തി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് സെയിം ആണ്, ലോക് നായക് ഭവനാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ലോക് നായക് ഭവനാണ് കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കിയാൽ നമ്മുടെ സ്റ്റേറ്റ് കമ്മീഷനുണ്ട്. നമ്മുടെ കേരള PSC ആയതുകൊണ്ട് ഒരു കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ചും പറഞ്ഞേക്കാം അല്ലേ. അതായിരിക്കാം സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC ST. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. ഇത് എന്നാണ് നിലവിൽ വരുന്നതെന്ന് നമ്മൾ പഠിക്കണം അല്ലേ. എന്നായിരുന്നു വന്നത് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ SC ST? 2007 സെപ്റ്റംബർ 11 ഇത് നിലവിൽ വന്നത് അല്ലേ. ഇത് നമുക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ SCക്കും STക്കും വേണ്ടിയിട്ട് ഒരെണ്ണമാണ് നമുക്കുള്ളത് കേട്ടോ. SC STക്ക് വേണ്ടിയിട്ട് ഒരെണ്ണമാണ് നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് ഓർത്തേക്കുക. ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്താണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. സ്വമേധയായി ഇവർക്ക് കേസെടുക്കാൻ സാധിക്കും. കോടതിയിൽ നിന്ന് രേഖകൾ വേണമെങ്കിൽ ആവശ്യപ്പെടാൻ സാധിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെടാൻ പറ്റും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ സുപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? ചെയർമാൻ ഉൾപ്പെടെ മൊത്തം 3. ചെയർമാൻ ഉൾപ്പെടെ 3ആണ്. അപ്പോൾ ചെയർമാനും പ്ലസ് 2 അംഗങ്ങളാണ്. അതിൽ ഒരു അംഗം എന്ന് പറയുന്നത് വനിതയായിരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത. കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ SC STയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത. നമ്മുടെ കേരളത്തിൻ്റെ SC STയുടെ ചെയർമാനായിട്ട് വരുന്ന ആളാരാണ്? BS മാവോജിയാണ്. ആളുടെ മാറ്റം വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇനി മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തിയെടുത്തേക്ക് കേട്ടോ. കാര്യം ചിലപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ആൾ മാറാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ നോക്കുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ SC STയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏതാണ് കാലാവധി? ഇവിടെ പറയുന്നില്ല. 3 വർഷമാണ് അല്ലേ. കേരളത്തിൽ 3 വർഷം തന്നെയല്ലേ. ആ 3 വർഷം തന്നെയാണ് കാലാവധി. 3 years തന്നെയാണ് കാലാവധി. ഹെഡ് ക്വാർട്ടേഴ്സ് അയ്യങ്കാളി ഭവനാണ് കേട്ടോ. അയ്യങ്കാളി ഭവൻ. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അയ്യങ്കാളി ഭവൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പ്രധാനപ്പെട്ടത് പറയാനായിട്ട് പഠിപ്പിച്ചതിൽ? ന്യൂനപക്ഷ കമ്മീഷൻ, മൈനോറിറ്റി റൈറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആ മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷനെ കൂടി നമുക്ക് നോക്കാം അല്ലേ. മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ എങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ്? ഇത് എങ്ങനെയാണൊരു എന്നാണ് നിലവിൽ വന്നത് മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ? ഏത് പ്രകാരമാണ് വന്നത് അറിയാവോ? എന്ന് വന്നു? 1978 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി റൈറ്റ്സ് വന്നത്. ഇപ്പോൾ നമ്മുടെ ന്യൂനപക്ഷ കാര്യം കൈകാര്യം ചെയ്യുന്നൊരു വകുപ്പ് മന്ത്രിയുണ്ടല്ലോ. ആരാണെന്ന് അറിയാവത്? ജോർജ് കുര്യനാണ് ന്യൂനപക്ഷ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന ആൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ജോർജ് കുര്യനായിരുന്നു ആദ്യമായിട്ട് ന്യൂനപക്ഷ മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷനിൽ മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് ഈ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു. നമുക്കിത് കണക്ട് ചെയ്ത് പോയേക്കാം. എന്തൊക്കെയായിരുന്നു മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ? പറയൂ, കേൾക്കട്ടെ. MR മസാനി. കാര്യം ഇത് ആദ്യം ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രീതിയിലാണ് സ്ഥാപിതമായത്. അപ്പോൾ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല പാർലമെൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകിയിരിക്കുന്ന സ്ഥാപനമാണ് വനിതാ കമ്മീഷൻ, ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ടത്. അത് MR മസാനി എന്ന് പറയുന്ന ആളായിരുന്നു കേട്ടോ. ഇനി എന്ത് പറയാൻ പറ്റും അടുത്തത്? 1993 മെയ് 17 എന്തായിട്ട് മാറിയത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് മാറിയത്. ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്തേക്കണം കേട്ടോ. അതായത് മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്നു. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് നിലവിൽ വന്നത് 1993 മെയ് 17 അപ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയി വന്നു. അപ്പോൾ എങ്ങനെയാണ് പിന്നെ കാര്യങ്ങൾ വന്നത്? 7 അംഗങ്ങളാണ് ഇതിലുള്ളത് അല്ലേ. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണുള്ളത്. ഈ 7 അംഗങ്ങൾ എവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കണം? ന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം കേട്ടോ. അപ്പോൾ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ആൾക്കാരായിരിക്കണം ഇതിൻ്റെ അംഗങ്ങളെന്ന് പ്രത്യേകമായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഇനി എന്താ പറയാൻ പറ്റുക? പറയൂ. കാലാവധി സെയിം തന്നെയാണ് എല്ലാം വരുന്നത് അല്ലേ. 3 വർഷമാണ് കാലാവധി. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പിന്നെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്.
കേന്ദ്ര സർക്കാരിന് വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നു. അവരെ പോലെ തന്നെ കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് കൊടുക്കുന്നത്. കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, പിന്നെന്തെങ്കിലും ഉണ്ടോ പോയിന്റ്സ് പറയാൻ? മുഹമ്മദ് സാബിർ അലി. അതായത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി വന്നതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ആളായിട്ട് പ്രവർത്തിക്കുന്ന മുഹമ്മദ് സാബിർ അലി എന്ന വ്യക്തിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആ ദിവസം ഒക്കെ നല്ല പോയിന്റാണ് കേട്ടോ. ഡിസംബർ 18 ന്യൂനപക്ഷ അവകാശ ദിനം. ന്യൂനപക്ഷ അവകാശ ദിനം എന്നാണ് ചോദിച്ചാൽ അത് ഡിസംബർ മാസം 18-ാം തീയതിയാണ് എന്നും കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ പഠനം ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ? എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ ഇനി പറയാനായിട്ട്? മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ്റെ ചുമതലകളെ പറ്റി പ്രതിപാദിക്കുന്നു. ആഴത്തിലൊന്നും പഠിക്കേണ്ട കാര്യമില്ല. സെക്ഷൻ 9 ചുമതലകൾ. ചുമതല എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങളെ ചെറുക്കുക, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, കേസുകളിലും കോടതി നടപടിക്രമങ്ങളിലും എല്ലാത്തിലും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പെടുന്നത് അല്ലേ? സംസ്ഥാനത്തും ഉണ്ട് അല്ലേ? ന്യൂനപക്ഷ കമ്മീഷൻ സംസ്ഥാനങ്ങളിലും ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ടോ? ഉണ്ട്. എന്നാണ് വന്നെന്ന് ഓർമ്മയുണ്ടോ? ഏത് വർഷമാണ്? 2013 ജൂൺ 13 നമ്മുടെ കേരള സംസ്ഥാനത്ത് ന്യൂനപക്ഷ കമ്മീഷൻ വന്നത്. അപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയാൻ നേരത്ത് ഓർക്കണം, ന്യൂനപക്ഷം എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഇന്ത്യയിൽ 6 ന്യൂനപക്ഷങ്ങളേ ഉള്ളൂ. അത് ക്രിസ്തു മതം, ഇസ്ലാം മതം, സിഖ് മതം, ജൈനമതം, പാഴ്സി മതം, ബുദ്ധമതം, ഇങ്ങനെയുള്ള 6 മതങ്ങളെയാണ് നമ്മൾ ന്യൂനപക്ഷ മതങ്ങൾ എന്ന രീതിയിൽ പെടുത്തിയിരിക്കുന്നത്. ഈ 6 വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുകയും വേണം എന്നാണ് വ്യവസ്ഥ. പിന്നെ നമ്മുടെ കേരളത്തിലെ ന്യൂനപക്ഷ കമ്മീഷനാണെന്നുണ്ടെങ്കിൽ 3 അംഗങ്ങളാണ് അല്ലേ? ചെയർമാൻ ഉൾപ്പെടെയാണ്. അതിൽ ഒരെണ്ണ ആരായിരിക്കും എന്നാണ് പറയണത്? ഒരെണ്ണം വനിതയായിരിക്കണമെന്നുമുണ്ട് അല്ലേ? 50% സംവരണ വനിതകൾക്ക് ഉണ്ടെന്ന് ഓർത്താൽ മതി. പിന്നെയോ കാലാവധി 3 വർഷമാണ് കേട്ടോ. കാലാവധി 3 വർഷമാണ്. ഇവരുടെ റിപ്പോർട്ട് അല്ലേ? രാജി സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. രാജി സമർപ്പിക്കേണ്ടത്, റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും സംസ്ഥാന സർക്കാരിനാണ് കേട്ടോ. ഓക്കെ ആയില്ലേ? അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ കാര്യങ്ങൾ ഓർത്തേക്കുക. വൾണറബിൾസ് പ്രൊട്ടക്ഷൻ ആക്ടുകൾ എന്ന പേരിൽ 3 ആക്ടുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത് സിവിൽ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ആക്ട്, രണ്ടാമത്തേത് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് SC/ST ആക്ട്, മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട്. പിന്നെയോ ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കിയും കണ്ടും നടത്തി കൊടുക്കാനായിട്ടുള്ള സ്ഥാപനങ്ങളെ പറ്റി നമ്മൾ നോക്കി. ആ സ്ഥാപനങ്ങളായിരുന്നു നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പിന്നെയോ മൈനോറിറ്റി റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ 3ൻ്റെയും സ്റ്റേറ്റുകളിലും എന്തുണ്ട്? കമ്മീഷനുകളുണ്ട്. അവരാണ് സംസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്കല്ല, ഹോട്ട് ടോപ്പിക് എന്ന ഭാഗമായിട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആക്ടുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡായിട്ട് എടുക്കേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് 1 മണിക്കൂറിന് മുകളിൽ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ വരുന്നത്. ഇത് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്നും എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഈ മേഖലയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദി ബെസ്റ്റ്.